And now we are going to discuss about the problems of adolescence. സോ ഇനി ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അഡോളസൻസ് എന്നുള്ള ഈ ഒരു ഏജിൽ കുട്ടികൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാം, ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാകും. സോ ഈ പ്രോബ്ലംസിനെ കുറിച്ചാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു പീരീഡ് എന്ന് പറയുമ്പോൾ ആക്ച്വലി അവരിൽ ഒരുപാട് ഫിസിക്കൽ ചേഞ്ചസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ അവരിൽ ഒരുപാട് കൊഗ്നിറ്റീവ് ചേഞ്ചസും വരുന്നുണ്ട്. അതായത് അവരുടെ ബ്രെയിനിൻ്റെ സ്ട്രക്ചറിൽ കുറേ മാറ്റങ്ങൾ വരുന്ന സമയമാണ് ഈ ഒരു അഡോളസൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് ബ്രെയിനിൻ്റെ കുറേ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുന്നതാണ്. അതിൽ പ്രീ ഫ്രണ്ടൽ ലോബ് എന്നൊക്കെ പറയും. പ്രീ ഫ്രണ്ടൽ ഈ പ്രീ ഫ്രണ്ടൽ ലോബിൽ ആക്ച്വലി അവിടെ അത് ഫുള്ളി ഡെവലപ്ഡ് അല്ല, അത് മെച്യൂർ ചെയ്യാൻ തുടങ്ങുന്ന സമയമാണ്. അതായത് അതിൻ്റെ മെച്യൂറേഷൻ കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 25 ഇയേഴ്സൊക്കെ എടുത്തിട്ടാണ്, അല്ലെങ്കിൽ 25 വയസ്സോട് കൂടിയാണ് ഈ പ്രീ ഫ്രണ്ടൽ ലോബിൻ്റെ ഫുൾ ഒരു മെച്യൂറേഷൻ പോസിബിളായി വരുന്നത്. അപ്പോൾ ഈ പ്രീ ഫ്രണ്ടൽ ലോബാണ് ആക്ച്വലി ഓരോ വ്യക്തിയിലും എന്ത് ഡെസിഷൻ എടുക്കണം, അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി, അല്ലെങ്കിൽ ഒരു ജഡ്ജ്മെൻറ്റ്, അതായത് റൈറ്റ് ഡിസിഷൻസ്, ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ നമ്മളെ സഹായിക്കുന്നത് പ്രീ ഫ്രണ്ടൽ ലോബാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പീരീഡിൽ വരുന്ന കുട്ടികളിൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നതിലുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അവർ ചില പ്രശ്നങ്ങളിൽ ചെന്ന് വീഴുകയും അതുപോലെ അവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ്, എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, അതിനെക്കുറിച്ചൊക്കെയാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി അഡോളസൻസ് എന്നുള്ള ഒരു സ്റ്റേജിൻ്റെ പ്രശ്നങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അധ്യാപകരും അതുപോലെ വീട്ടുകാരും മനസ്സിലാക്കുന്ന സമയത്ത് കുട്ടികൾക്ക് കൂടുതൽ സപ്പോർട്ട് നൽകാൻ നമ്മളെ കൊണ്ട് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇത് മനസ്സിലാക്കേണ്ടത്. അധ്യാപകർ എന്ന രീതിയിൽ നമ്മളെല്ലാവരും അത് മനസ്സിലാക്കേണ്ടതാകുന്നത്. കാരണം ഇത് ഒരു കുട്ടിയുടെ പ്രശ്നമല്ല, അല്ലെങ്കിൽ ഒരു കുട്ടീനെ സൊസൈറ്റിയിൽ നിന്നും മാറ്റി നിർത്തേണ്ടതായിട്ടുള്ള ഒരു കാര്യമല്ല. അത് അവൻ്റെ സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റിൽ വരുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അവന് ഇത്തരം പ്രശ്നങ്ങൾ വരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ മാത്രമേ നമുക്ക് അതിനനുസരിച്ച് ക്ലാസ് റൂമിനുള്ളിലാണെങ്കിലും അതിന് പുറത്താണെങ്കിലും അവൻ്റെ പ്രശ്നങ്ങളെ കണ്ട് മനസ്സിലാക്കാനും അതിനെ മറികടക്കാൻ അവനെ സഹായിക്കാനും സാധിക്കുകയുള്ളൂ. സോ ദ പ്രോബ്ലംസ് ഓഫ് അഡോളസൻസ് ഈസ് ബൈ നോ മീൻസ് ആൻ ഈസി ടോപ്പിക് ടു ഡിസ്കസ്. അത് നമ്മൾ ഈ വിചാരിച്ചതുപോലെ അത്ര ഈസി അല്ല. നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ചിലപ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും, പക്ഷെ അത് നേരിട്ട് അനുഭവിക്കുമ്പോൾ ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു പാരൻ്റ് എന്നുള്ള രീതിയിൽ നമ്മളതിൽ നേരിടുന്ന സമയത്ത് നമുക്കത് വളരെ ബുദ്ധിമുട്ടായിട്ട് പലപ്പോഴും തോന്നാം. ഇറ്റ് ഈസ് ഓഫൻ സെറ്റ് ദാറ്റ് ദ ടീനേജ് ഇയേഴ്സ് ആർ ദ ബെസ്റ്റ് ഇയേഴ്സ് ഓഫ് വൺസ് ലൈഫ്. അല്ലേ, കൗമാരപ്രായം എന്ന് പറയുന്നത് ഏറ്റവും നല്ല പ്രായമായിട്ടാണ് പറയുന്നത്. പക്ഷേ ലൈഫ് ഓഫ് മെനി അഡോളസൻസ് ഈസ് എ പെയിൻഫുൾ ടഗ് ഓഫ് വാർ ഫിൽഡ് വിത്ത് മിക്സഡ് മെസ്സേജസ് ആൻഡ് കോൺഫ്ലിക്റ്റിംഗ് ഡിമാൻഡ്സ് ഫ്രം പാരൻസ്, ടീച്ചേഴ്സ്, ഫ്രണ്ട്സ്, ഫാമിലി ആൻഡ് വൺ സെൽഫ്. പക്ഷേ അതൊരു ടഗ് ഓഫ് വാർ എന്ന് പറയുമ്പോൾ എന്താ, വടംവലി പോലെയുള്ള ഒരു സമയമായിട്ടാണ് ശരിക്കും അഡോളസൻസിന് പലപ്പോഴും അത് അനുഭവപ്പെടുന്നത്. കാരണം പാരൻസ്, ടീച്ചേഴ്സ്, ഫ്രണ്ട്സ്, ഫാമിലി, അതുപോലെ സ്വയം, വൺ സെൽഫ്, ഇവരുടെ എല്ലാവരുടെയും ഉള്ളിൽ നിന്നും അവൻ്റേതായിട്ടുള്ള ചിന്തകൾ ചിലപ്പോൾ വേറിട്ട് നിൽക്കും. അപ്പോൾ അതിൽ നിന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് അറിയാതെ ആടി ഉലയുന്ന ഒരു സമയമാണ് ആക്ച്വലി ഈ ഒരു അഡോളസൻസ് എന്ന് പറയുന്ന സമയം. ഗ്രോയിങ് അപ്പ്, നെഗോഷിയേറ്റിംഗ് ഈസ് എ പാത്ത് ബിറ്റ്വീൻ ഇൻഡിപെൻഡൻസ് ആൻഡ് റിലയൻസ് ഓൺ അതേഴ്സ് ഈസ് എ ടഫ് ബിസിനസ്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ, അഡോളസൻസ് എന്ന് പറയുന്ന ഒരു ട്രാൻസിഷണൽ സ്റ്റേജ് ആണെന്നുള്ളത്. അതായത് ഒരു ചൈൽഡും അല്ല ഒരു അഡൾട്ടും അല്ല, ഇൻ ബിറ്റ്വീൻ ആണ്, ഇൻ ബിറ്റ്വീൻ എ ചൈൽഡ് ആൻഡ് ആൻ അഡൾട്ട്. അപ്പോൾ അതിനിടയിൽ നിന്നുകൊണ്ട് വളരുക എന്ന് പറയുമ്പോൾ, അതുപോലെ അതിനിടയിൽ നിന്നുകൊണ്ട് അവൻ്റേതായിട്ടുള്ള ഇൻഡിപെൻഡൻസ്, അവൻ്റേതായിട്ടുള്ള ഒരു സെൽഫ് റിലയൻസ് നേടിയെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ടഫായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, സോ adolescence in crisis. There are many issues that the adolescent faces in today's society that could bring on anxiety, present challenging problems or require difficult decision making. ഇന്ന് ശരിക്കും നമ്മളുടെ ചുറ്റുമുള്ള അഡോളസൻസിൻ്റെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സൊസൈറ്റിയിൽ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് അല്ലെങ്കിൽ ഒരുപാട് മോഡേണൈസേഷൻ സംഭവിക്കുമ്പോഴും അല്ലെങ്കിൽ സംഭവിക്കുന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഒരുപാട് പ്രോബ്ലംസ് ഇന്നത്തെ അഡോളസൻസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത് കമ്പയർഡ് ടു ദ പ്രീവിയസ് ജനറേഷൻ. Each individual may deal differently with these subjects. For some, the matter may be insignificant, while it becomes a crisis for others or the family. അപ്പോൾ അത് ഓരോ കുട്ടിയും അല്ലെങ്കിൽ ഓരോ വ്യക്തിയും, ഈ ഒരു വിഭാഗത്തിൽ പെടുന്ന ഓരോ കുട്ടികളും അതിനെ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത് എന്നുള്ളത് വ്യത്യസ്തമായിരിക്കും. ചില ആളുകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ചില കുട്ടികളെ സംബന്ധിച്ച് അതൊരു വളരെ ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അത് അവരങ്ങനെ ഈസി ആയിട്ട് തന്നെ പോകും. പക്ഷെ ചില ആളുകൾക്ക് അത് വളരെ ക്രൈസിസ് അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും, അവർക്കും അവരുടെ ഫാമിലിക്കും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സമയമായിട്ട് മാറും. സോ ഇമോഷണൽ പ്രോബ്ലംസ് എന്നുള്ളതാണ് ഇതിന് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇമോഷണലി അൺസ്റ്റേബിൾ ആയിരിക്കും അവർ ഈ ഒരു സമയത്ത്. അവരിലൊരു ഇമോഷണൽ ഇമ്മച്യൂരിറ്റി ആണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു സമയത്ത്.
Heightened emotionality is a major problem of adolescents. Adolescents experience excessive emotion and they do not have sufficient control over violence. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഈ ഒരു അഡോളസൻസ് കാലഘട്ടത്തിലുള്ള കുട്ടികളെന്ന് പറയുമ്പോൾ അവരുടെ ഇമോഷൻസ്, വികാരങ്ങൾ അത് വളരെ എക്സ്ട്രീം അല്ലെങ്കിൽ ഭയങ്കര കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് പലപ്പോഴും അതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല, അവരുടെ വികാരങ്ങളെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ആ ഒരു ഔട്ട്ബേസ്റ്റ്, പൊട്ടിത്തെറിക്കലൊക്കെ വരുന്നത്. ഓക്കെ, പലപ്പോഴും അവർ ഭയങ്കര വയലൻ്റ് ആവുന്നത്. Excitability and anger may find expression in its destructive form and may lead to law and order problem. ചില സമയത്ത് ആ ഒരു എക്സൈറ്റേഷൻ, അതുപോലെ തന്നെ അവരുടെ ഒരു ദേഷ്യം, അവരുടെ ആങ്കർ, അതെല്ലാം ചിലപ്പോൾ വളരെ വിനാശകരമായിട്ടുള്ള കുറേ കാര്യങ്ങളിലേക്ക് നയിക്കാം. ലോ ആൻഡ് ഓർഡറിന് എഗെയിൻസ്റ്റ് ആയിട്ട് തന്നെ അവർ പലപ്പോഴും പലതും പ്രവർത്തിക്കാം. ഒരുപാട് കൊലപാതകങ്ങളെല്ലാം ഈ ഒരു അഡോളസെൻറ്റ് ഏജിലുള്ള കുട്ടികൾ പോലും ചെയ്തു പോകുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ കാരണം ഈ ഒരു ഇമോഷണൽ ഇൻസ്റ്റബിലിറ്റി അല്ലെങ്കിൽ ഇമോഷണൽ ഇമ്മെച്യൂരിറ്റി തന്നെയാണ്. ഇമോഷൻ ഓഫ് ലവ്, സസ്പിഷൻ, jealousy, frustration, revengefulness are very common among adolescents. അപ്പോൾ അഡോളസൻസ് എന്ന് പറയുമ്പോൾ അവരുടെ ആ ഒരു വികാരങ്ങൾ വളരെ തീവ്രമാണ്, ഇൻറ്റൻസ് ഇമോഷൻസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. റാപ്പിഡ് അതുപോലെ ഇൻറ്റൻസ് ഇമോഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ ആ വികാരങ്ങൾ പ്രത്യേകിച്ച് ഇമോഷൻ ഓഫ് ലവ്, അതുപോലെ സസ്പീഷ്യസ്, ജലസി, ഫ്രസ്ട്രേഷൻ, നിരാശ, അതുപോലെ റിവെഞ്ച്ഫുൾ, ഇതെല്ലാം അവരിലെ കോമൺ പ്രോബ്ലംസ് ആണ്. ആൻഡ് ദിസ് ഇമോഷണൽ ഇമ്മച്യൂരിറ്റി ഈസ് എ മേജർ പ്രോബ്ലം ഓഫ് അഡോളസൻസ്. അപ്പോൾ ശരിക്കും അവരിലെ എല്ലാ പ്രോബ്ലത്തിനും കാരണമാകുന്നത് ഈ ഒരു ഇമോഷണൽ ഇമ്മെച്യൂരിറ്റി തന്നെയാണ്, ഇമോഷണൽ ഇമ്മെച്യൂരിറ്റി. സോ ദ ഫസ്റ്റ് പ്രോബ്ലം വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഈസ് അണ്ടർ അച്ചീവ്മെൻറ്റ്. എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, കുട്ടി സാധാരണ രീതിയിൽ അവൻ്റെ പെർഫോമൻസ്, അവൻ്റെ എബിലിറ്റിക്ക് അനുസരിച്ച് ഒരു കുട്ടിക്ക് അവൻ്റേതായിട്ടുള്ള എബിലിറ്റിക്ക് അനുസരിച്ച്, അവൻ്റെ പൊട്ടൻഷ്യലിനനുസരിച്ച് എന്ത് അച്ചീവ് ചെയ്യാൻ സാധിക്കുമോ അതിലേക്ക് എത്താൻ സാധിക്കാതിരിക്കുക, അതിനെയാണ് നമ്മൾ അണ്ടർ അച്ചീവ്മെൻറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പുവറർ ദാൻ എക്സ്പെക്റ്റഡ് പെർഫോമൻസ്. അപ്പോൾ അവനെ അറിയുന്നവർ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസിലേക്ക് അവനെത്താൻ സാധിക്കാതിരിക്കുക, അതിനെ നമ്മൾ അണ്ടർ അച്ചീവ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് എല്ലാ രീതിയിലും, അക്കാഡമിക്കൽ പെർഫോമൻസിലാണെങ്കിലും അവൻ വളരെ ബാക്കിലേക്ക് പോകുക. അതുവരെ വളരെ നന്നായി പഠിച്ചിരുന്ന കുട്ടികൾ പലപ്പോഴും ഈ ഒരു സ്റ്റേജിലെത്തുമ്പോൾ അവർക്ക് ഒരു പുവർ പെർഫോമൻസ് ആയിരിക്കാം നമുക്ക് കാണാൻ സാധിക്കുക. Underachiever commonly refers to anyone, child or adult, who performs below his or her potential. അപ്പോൾ അവൻ്റെ എബിലിറ്റിക്ക് അനുസരിച്ച് എല്ലാ കുട്ടികൾക്കും അവരുടേതായിട്ടുള്ള ഒരു ഇൻ്റലിജൻസ്, അവരുടേതായിട്ടുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് അല്ലേ. എല്ലാവർക്കും ഒരേപോലെ മുന്നിലേക്ക് എത്താൻ സാധിക്കില്ല. പക്ഷെ നമ്മളുടെ പൊട്ടൻഷ്യൽ, നമ്മളുടെ എബിലിറ്റിക്ക് അനുസരിച്ച് നമ്മൾ വളരെ സ്ട്രൈവ് ചെയ്തുകൊണ്ട് മുന്നിലേക്ക് എത്താൻ ശ്രമിക്കും പലപ്പോഴും. പക്ഷേ ഈ ഒരു സമയം എന്ന് പറയുമ്പോൾ അഡോളസെൻ്റ് ഏജിലെത്തുന്ന കുട്ടികൾക്ക് പലപ്പോഴും അവരുടെ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ അവരുടെ കഴിവിനനുസരിച്ച് മുന്നിലേക്ക് എത്താൻ സാധിക്കാതെ വരാം. അതാണ് അണ്ടർ അച്ചീവ്മെൻറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് ഐഡൻറ്റിറ്റി ക്രൈസിസ്. ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്നുള്ളത് വലിയൊരു പ്രോബ്ലമാണ്. ഈ ഒരു അഡോളസെൻ്റ് ഏജിലുള്ള കുട്ടികളിൽ വളരെ കൂടുതൽ കാണുന്ന ഒരു പ്രോബ്ലമാണ് ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്നുള്ളത്. പേരിൽ തന്നെ ഉണ്ട് അല്ലേ, ഐഡൻറ്റിറ്റി ക്രൈസിസ്. അതായത് ഈ ഒരു പീരീഡ് ട്രാൻസിഷണൽ സ്റ്റേജ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ വീട്ടിലുള്ളവർ പലപ്പോഴും കുട്ടിയോട് പറയുന്നുണ്ടാവാം, നീ കുട്ടിയല്ല, നീ വലുതായി, അതുപോലെ പെരുമാറ് എന്ന് അവനോട് പലരും പറയും. എന്നാൽ അതേസമയം അവൻ വലിയ തീരുമാനങ്ങൾ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള അവൻ്റെ ചിന്തകളെ നമ്മളത് അംഗീകരിക്കില്ല. നീ നിൻ്റെ ലെവലിൽ നിന്നുകൊണ്ട് പറഞ്ഞാൽ മതി, കുട്ടികളുടെ വർത്തമാനം പറഞ്ഞാൽ മതി, മുതിർന്നവർ സംസാരിക്കുന്ന സമയത്ത് നിൻ്റെ അഭിപ്രായങ്ങൾ വേണ്ട എന്ന് പറഞ്ഞ് അവനെ തള്ളി മാറ്റും. അപ്പോൾ കുട്ടിക്ക് ഇവിടെ ഒരു ക്രൈസിസ് വന്നു. താൻ എവിടെ പെടുന്നു, താൻ ഒരു കുട്ടിയാണോ അതോ ഒരു മുതിർന്ന വ്യക്തിയാണോ, അഡൽട്ടാണോ, ഇൻ ബിറ്റ്വീൻ എന്നുള്ള ഈ ഒരു സ്റ്റേജിൽ ആ ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് കുട്ടിയെ ഒരുപാട് വേട്ടയാടും. If you are unsure of your role in life or you feel like you don't know the real you may be experiencing an identity crisis. അല്ലേ, നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എന്താണ്, നമ്മളുടെ റോൾ എന്താണ് എന്ന് നമുക്ക് അറിയാതെ വരുന്ന ഒരു സമയത്താണ് ഈ ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം: പേഴ്സണൽ സൈക്കോ സോഷ്യൽ കോൺഫ്ലിക്റ്റ്. ഓക്കെ, വ്യക്തിപരമായിട്ടുള്ള ഒരു വ്യക്തിയുടെ സൈക്കോ സോഷ്യൽ കോൺഫ്ലിക്റ്റ് ആണ്, അതായത് മാനസികവും സാമൂഹികവുമായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണ്. എസ്പെഷ്യലി ഇൻ അഡോളസൻസ് ദാറ്റ് ഇൻവോൾവ്സ് കൺഫ്യൂഷൻ അബൌട്ട് വൺ സോഷ്യൽ റോൾ ആൻഡ് ഓഫൻ എ സെൻസ് ഓഫ് ലോസ് ഓഫ് കണ്ടിന്യൂയിറ്റി ടു വൺസ് പേഴ്സണാലിറ്റി. അപ്പോൾ സൊസൈറ്റിയിൽ അവൻ ജീവിക്കുന്ന ആ ഒരു സൊസൈറ്റിയിൽ ചുറ്റുപാടുള്ള അവൻ്റെ റോൾ എന്താ, താൻ ആരാണ്, ഓക്കെ, തൻ്റെ ഫാമിലിയിൽ താൻ ആരാണ്, തൻ്റെ സൊസൈറ്റിയിൽ തൻ്റെ റോൾ എന്താണ് എന്നുള്ളൊരു കൺഫ്യൂഷൻ വരുന്ന ഒരു സമയം ആണ് ആക്ച്വലി അഡോളസൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് പിയർ പ്രഷർ. ഇൻക്രീസ്ഡ് പ്രീ പ്രഷർ ഓർ പിയർ പ്രഷർ, പിയർ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ പിയർ പ്രഷർ. നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ്റെ സോഷ്യൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ
ഈ ഒരു സ്റ്റേജിലുള്ള കുട്ടികളുടെ സോഷ്യൽ ഡെവലപ്മെൻറ്റ് കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവരവരുടെ സമപ്രായക്കാരുമായിട്ടായിരിക്കും കൂട്ടുകൂടുന്നത്. അപ്പോൾ സമപ്രായക്കാരോടൊപ്പമായിരിക്കും അവരെല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്നതും അവരുമായിട്ടാണ് എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നതും അവരുടെ വാല്യൂസാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതുവരെ പാരൻസിനെ ഒബേ ചെയ്ത് പാരൻസ് പറഞ്ഞിരുന്ന രീതിയിൽ നടന്നിരുന്ന കുട്ടികൾ ഈ ഒരു സമയത്തുമ്പോൾ ആ ഒരു പിയർ ഇൻഫ്ലുവൻസ് കാരണം അല്ലെങ്കിൽ ആ ഒരു അവരോടുള്ള സമപ്രായക്കാരോടുള്ള അത്രയും വലിയൊരു അറ്റാച്ച്മെൻറ്റ് കാരണം പലപ്പോഴും പാരൻസ് പറയുന്നതൊന്നും കേൾക്കാതെ അവരുടേതായിട്ടുള്ള അവരുടെ ഗ്യാങ് അല്ലെങ്കിൽ അവരുടെ ആ പിയേഴ്സിൻ്റേതായിട്ടുള്ള കുറേ വാല്യൂസ് ഫോളോ ചെയ്തുകൊണ്ട് പോകുന്നതായിട്ട് കാണാം. അപ്പോൾ ഇവിടെ ഏത് ഗ്രൂപ്പാണ് ഇവരുടെ കൂട്ട് അല്ലെങ്കിൽ ഇവരുടെ സമപ്രായക്കാരെന്ന് പറയുമ്പോൾ അവരുടെ കൂട്ട് ഏത് രീതിയിലുള്ളവരാണ് അതിനനുസരിച്ചാണ് ഇവിടെ പ്രശ്നങ്ങൾ വരുന്നത്. The peer pressure offers the adolescent a world in which he may associate in a climate where the values that are set not by the adults but by others of his own age. അപ്പോൾ ഇവിടെ കുട്ടിയുടെ വാല്യൂസ് എന്ന് പറയുന്നത് അത് സെറ്റ് ചെയ്യുന്നത് അഡൾട്ട്സ് അല്ല, അല്ലെങ്കിൽ അവൻ്റെ പാരൻസ് സെറ്റ് ചെയ്ത വാല്യൂസ് കൂടെ അല്ല അവൻ ഈ സമയത്ത് നടക്കുന്നത്. അവനെങ്ങനെയാണ് അവൻ്റെ ഏജ് ഗ്രൂപ്പിൽ തന്നെ വരുന്ന മറ്റു കുട്ടികൾ സമപ്രായക്കാർ പറയുന്ന രീതിയിലുള്ള ചിന്തകളിൽ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് അവൻ പോകുന്നത്. Sometimes a group is formed and antisocial behaviors like theft, gambling, prostitution, alcoholism, etc. seen due to peer pressure and influence. അപ്പോൾ ഇവിടെ കുട്ടിയോട് കൂട്ടുകൂടുന്ന ആളുകൾ അല്ലെങ്കിൽ കുട്ടിയോട് കൂട്ടുകൂടുന്ന മറ്റു കുട്ടികളുടെ സ്വഭാവം, അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ അവൻ്റെ കൂട്ടുകാരെന്ന് പറയുമ്പോൾ ഇത്തരം തെഫ്റ്റ് അല്ലെങ്കിൽ കള്ളത്തരങ്ങളും ഗ്യാംബ്ലിങ്, പ്രോസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ ആൽക്കഹോളിസം ഇതിലെല്ലാം എൻഗേജ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പിനോടൊപ്പമാണ് ഈ കുട്ടി അസോസിയേറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ അവൻ്റെ ഭാവി അല്ലെങ്കിൽ അവൻ്റെ സ്വഭാവങ്ങളിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ദ സോഷ്യൽ ഇൻഫ്ലുവൻസ് ഓഫ് പിയർ group exerts on its individual members as each member attempts to conform to the expectations of the group. അപ്പോൾ ഇവിടെ ഒരു പിയർ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ആ ഗ്രൂപ്പിനുള്ള എല്ലാ മെമ്പേഴ്സും ആ ഗ്രൂപ്പ് പറയുന്നതായിട്ടുള്ള വാല്യൂസ് ഫോളോ ചെയ്യുന്നവരായിരിക്കും. എങ്കിൽ മാത്രമേ അവർ ആ ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ റെക്കഗ്നൈസ്ഡ് ആവുള്ളൂ. ഓക്കെ, എങ്കിൽ മാത്രമേ അവർക്ക് അംഗീകാരം കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു അംഗീകാരം കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഒരു പിയറിൻ്റെ ഭയങ്കരമായിട്ടുള്ളൊരു പ്രഷർ കാരണം പലപ്പോഴും കുട്ടികൾ വളരെ മോശമായിട്ടുള്ള വഴികളിലൂടെ സഞ്ചരിച്ചു എന്ന് വരാം. അപ്പോൾ ഇതിനൊരു കാരണം peer pressure എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, ആൻഡ് the next major problem is substance abuse or drug abuse. അതായത് ഈ സമയത്ത് കുട്ടികൾ കുറേ സാധനങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങും അല്ലേ, വളരെ മോശമായിട്ടുള്ള ഹാനികരമായിട്ടുള്ള പദാർത്ഥങ്ങൾ അവർ ഉപയോഗിക്കാൻ തുടങ്ങും, ദുരുപയോഗം ചെയ്യുക എന്നുള്ളത് തന്നെ നമുക്ക് പറയാം. Substance abuse is one of the biggest problems that parents of adolescents around the world have to deal with. അപ്പോൾ ഈ ഏജിലാണ് ആക്ച്വലി പല കുട്ടികളും ഇത്തരം സാധനങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങുന്നത്. സബ്സ്റ്റൻസ് അബ്യൂസ് ക്യാൻ സിംപ്ലി ബി ഡിഫൈൻഡ്. ശരിക്കും സബ്സ്റ്റൻസ് അബ്യൂസ് എന്നുള്ളതിന് നമുക്ക് ഇങ്ങനെ പറയാം, എ പാറ്റേൺ ഓഫ് ഹാംഫുൾ യൂസ് ഓഫ് എനി സബ്സ്റ്റൻസ് ഫോർ മൂഡ് ആൾട്ടറിങ് പർപ്പസസ്. അവരുടെ ഒരു മാനസികാവസ്ഥയ്ക്ക് ഒരു വ്യത്യാസം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് കുട്ടികൾ പലപ്പോഴും ഇത്തരം വളരെ ഹാനികരമായിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചു തുടങ്ങുന്നത്. അതിനെയാണ് സബ്സ്റ്റൻസ് അബ്യൂസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ സബ്സ്റ്റൻസ് അബ്യൂസ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഈസി ആക്സസ് ടു സബ്സ്റ്റൻസസ് ലൈക്ക്, ഇതിനുള്ളിൽ ഒരുപാട് സബ്സ്റ്റൻസ് വരുന്നുണ്ട്. എന്തൊക്കെയാവാം? സിഗരറ്റ്സ്, ആൽക്കഹോൾ, ഡ്രഗ്സ്, അനബോളിക് സ്റ്റീറോയിഡ്സ്. ഈ അനബോളിക് സ്റ്റീറോയിഡ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അവരിൽ മസിൽ സ്ട്രെങ്ത് ഒക്കെ കൂട്ടാൻ വേണ്ടി പലപ്പോഴും ഇത്തരം സ്റ്റീറോയിഡ്സ് ഒക്കെ ഉപയോഗിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഇതെല്ലാം ഈസി ആയിട്ട് കുട്ടികൾക്ക് ലഭ്യമാവുകയാണെങ്കിൽ ഇറ്റ് മേ ഇൻക്രീസ് എ ടെംപ്റ്റേഷൻ ടു ട്രൈ ഇല്ലിസിറ്റ് സബ്സ്റ്റൻസസ്. ഇത്തരം ആരും ഉപയോഗിക്കാൻ പാടാത്തതായ അല്ലെങ്കിൽ വളരെ മോശവും വളരെ ഹാനികരവുമായിട്ടുള്ള സാധനങ്ങൾ കുട്ടികൾ വീണ്ടും ഉപയോഗിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ദ ടെൻഡൻസി ടു ടേക്ക് റിസ്ക് encourages most teens to try smoking or drinking even before they are of legal age. അപ്പോൾ ഈ ഒരു ടൈമിലെ പ്രത്യേകതയായിരുന്നു റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ എന്നുള്ളത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ആ ഒരു റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ തന്നെയാണ് അവരിൽ ഇത്തരം ഒരു സബ്സ്റ്റൻസ് അബ്യൂസിനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നത്. കാരണം എന്തു വന്നാലും നേരിടാം അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളും ഒരു ചലഞ്ച് പോലെ ഏറ്റെടുക്കാനുള്ള അവരുടെ ഒരു തീരുമാനമാണ്. കാരണം അവർക്കൊരു പൂർണ്ണമായിട്ടുള്ള ശരിയായ രീതിയിലുള്ളൊരു ജഡ്ജ്മെൻറ്റ് അവർക്ക് പോസിബിൾ അല്ല. അവരുടെ പ്രീഫ്രണ്ടൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രീഫ്രണ്ടൽ ലോബ് എന്ന് പറയുന്നത് ഫുള്ളി ഡെവലപ്ഡ് അല്ല. അതുകൊണ്ട് താൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ, ഇതിൻ്റെ കോൺസിക്വൻസ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് കുട്ടികൾ അറിയുന്നില്ല. അപ്പോൾ അത്തരം ഒരു റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ കാരണമാണ് പലപ്പോഴും കുട്ടികൾ ഇത്തരം സബ്സ്റ്റൻസ് അബ്യൂസിലേക്ക്
വഴി തിരിഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിനുള്ള സൊല്യൂഷൻസ് എന്ന് പറയുമ്പോൾ കീപ്പ് ആൻ ഐ ഓൺ യുവർ ചൈൽഡ്സ് ബിഹേവിയർ. കുട്ടിയെ നന്നായിട്ട് നമ്മൾ വാച്ച് ചെയ്യുക. ഡു നോട്ട് സ്പൈ ഓൺ ദെം ഓർ അക്യൂസ് ദെം ഓഫ് എനി റോങ് ഡൂയിങ്. കുട്ടി ഇന്ന കാര്യത്തിൽ ചെയ്യുന്നുണ്ട് പറഞ്ഞാൽ അവനെ സ്പൈ ചെയ്യാൻ അല്ലെങ്കിൽ അവനെ കുറ്റപ്പെടുത്താതിരിക്കുക. എൻകറേജ് ദെം ടു ടോക്ക് ആൻഡ് ടു ബി ഹോണസ്റ്റ്. അവനെപ്പോഴും നമ്മളോട് വളരെ ഫ്രീ ആയിട്ട് സംസാരിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ, നമ്മളോട് എന്ത് സത്യസന്ധമായിട്ട് തുറന്ന് പറയാനുള്ള ഒരു ചുറ്റുപാട് നമ്മൾ ഒരുക്കി കൊടുക്കണം. ആൻഡ് ഇഫ് യുവർ ചൈൽഡ് ഇസ് നോട്ട് വില്ലിംഗ് ടു ടോക്ക് ടു യു, ദി ഡോക്ടേഴ്സ് ക്യാൻ ആസ്ക് കോൺഫിഡൻഷ്യൽ ക്വസ്റ്റ്യൻസ് ടു നോ ഇഫ് ദേ ആർ അബ്യൂസിങ് എനി സബ്സ്റ്റൻസസ്. ചിലപ്പോൾ ഒക്കെ കുട്ടികൾ അവരുടെ പാരൻസിനോട് അല്ലെങ്കിൽ ടീച്ചേഴ്സിനോട് ഓപ്പണായിട്ട് പറയാതെ വരുന്ന സമയത്ത് നമുക്ക് അവരെ ഡോക്ടേഴ്സിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോകേണ്ടതായിട്ടും അതുപോലെ അവരുപയോഗിക്കുന്ന വസ്തുവിനെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ട് വരാം. ഒരു സൈക്കോളജിക്കൽ കൗൺസിലിങ്ങിൻ്റെ തന്നെ ആവശ്യം വേണ്ടി വരാം. So now discussing more about substance abuse. Young people use drugs including nicotine and alcohol for similar reasons that adults do, to change how they feel because they want to feel better or different. അപ്പോൾ ഇവിടെ ശരിക്കും സാധാരണ രീതിയിൽ ജീവിക്കുന്ന വ്യക്തികൾ, അതിപ്പോൾ അഡൾട്ട്സ് ആണെങ്കിലും എന്തിനാണ് ആൽക്കഹോളൊക്കെ യൂസ് ചെയ്യുന്നത്, നിക്കോട്ടിൻ, ആൽക്കഹോൾ, ഇത്തരം സബ്സ്റ്റൻസ് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സാധാരണ രീതിയിലുള്ള ജീവിതത്തിൽ നിന്നും ഒന്ന് മാറി നിൽക്കാൻ അല്ലെങ്കിൽ അവരുടെ മാനസികാവസ്ഥയ്ക്ക് ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അതേ രീതിയിൽ തന്നെയാണ് അഡോളസൻസും ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ റീസൺസ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഫോർ റിലാക്സേഷൻ ഓർ ഫൺ, കുറേ കാലം വർക്ക് ചെയ്തതിൻ്റെ നിന്നും ഒരു റിലാക്സേഷൻ കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഫണ്ണിന് വേണ്ടി യൂസ് ചെയ്യും. അതുപോലെ അവരുടെ ഒരു ബോറടി മാറ്റാൻ വേണ്ടിയിട്ട് ക്യൂരിയോസിറ്റിക്കായിട്ട് കുറേ പേര് യൂസ് ചെയ്യും. ഇത് ക്യൂരിയോസിറ്റി, ഔട്ട് ഓഫ് ദി ക്യൂരിയോസിറ്റി, വാട്ട്സ് ഇറ്റ്സ് ടേസ്റ്റ്, ഇതൊക്കെ അറിയാൻ വേണ്ടി കുറേ പേര് അത് യൂസ് ചെയ്യും. ദെൻ സോഷ്യലൈസിങ് വിത്ത് ഫ്രണ്ട്സ്, പിയർ പ്രഷർ, ദ നീഡ് ടു ഫീൽ പാർട്ട് ഓഫ് എ ഗ്രൂപ്പ്. അതായത് ഫ്രണ്ട്സിനോടൊക്കെ കൂടുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ അവരുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ തനിക്കും അവരെ പോലെ ഒരു സ്ഥാനം ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ട് ആ ഒരു സ്ഥാനം കിട്ടാൻ വേണ്ടി, അവരുടെ ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ ഒരു സ്ഥാനം കിട്ടാൻ വേണ്ടി പലപ്പോഴും കുട്ടികൾ ഇത് ഉപയോഗിക്കാം. ദെൻ ടു എസ്കേപ്പ് ഫ്രം സൈക്കോളജിക്കൽ ഓർ ഫിസിയോളജിക്കൽ പെയിൻ. അതേപോലെ അവർക്ക് എന്തെങ്കിലും പെയിൻ, അവരുടെ ബോഡി പെയിൻ അല്ലെങ്കിൽ അതുപോലെ അവരുടെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളെ മറികടക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൽ നിന്നും ഒന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓക്കെ, അതിനൊന്ന് വിട്ടു നിൽക്കാൻ വേണ്ടി അവർ ഇത് ഉപയോഗിക്കാം. Adolescents are particularly susceptible to the substance abuse due to their level of brain development and cognitive thinking. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇങ്ങനൊരു സബ്സ്റ്റൻസ് അബ്യൂസിലേക്ക് അവർ എത്തുന്നത് അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ അവരുടെ കൊഗ്നിറ്റീവ് തിങ്കിങ്ങിൻ്റെ ഭാഗമായിട്ട്, അതായത് അവരുടെ പൂർണ്ണമായിട്ടും ആ ഒരു ജഡ്ജ്മെൻറ്റ് എന്ന ആ ഒരു ക്വാളിറ്റി എത്തുന്നില്ല എന്നുള്ളതാണ്. ദേ ആർ സ്റ്റിൽ ഡെവലപ്പിംഗ് ദ സ്കിൽസ് നീഡഡ് ടു മേക്ക് വൈസ് ജഡ്ജ്മെൻറ്റ്സ്, ഗുഡ് ഡിസിഷൻസ് ആൻഡ് എക്സസൈസ് സെൽഫ് കൺട്രോൾ. ഓക്കെ, അതായത് അവരിൽ പൂർണ്ണമായിട്ടും ഈ ഒരു സമയത്ത് കുട്ടികൾക്ക് ശരിയായ ഒരു ഡിസിഷൻ എടുക്കാൻ സാധിക്കില്ല. ശരിയായിട്ടുള്ള ഒരു ജഡ്ജ്മെൻറ്റ്, ഇത് ശരിയാണോ, ഇത് തെറ്റാണോ, ഇതിൻ്റെ കോൺസിക്വൻസ് എന്താണ്, ഭാവിയിൽ ഇതിൻ്റെ പരിണാമം, അതായത് ഇതിൻ്റെ ഫലം എന്തായിരിക്കും, അനന്തര ഫലം എന്തായിരിക്കും, ഇതിനെക്കുറിച്ച് കുട്ടികൾ അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ ദേ ആർ റെഡി ടു ടേക്ക് എനി റിസ്ക്. ഓക്കെ, ദേ ആർ റിസ്ക് ടേക്കേഴ്സ് ആൻഡ് ഡോണ്ട് തറലി അണ്ടർസ്റ്റാൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആക്ഷൻസ് ആൻഡ് കോൺസിക്വൻസ്. ഇവർ ചെയ്യുന്ന ഇന്നത്തെ പ്രവൃത്തി നാളെ എന്ത് ഉണ്ടാക്കാം എന്നുള്ളതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. കാരണം അത് അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് പൂർണ്ണമായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, സോ ദേ എക്സ്പെരിമെൻറ്റ്. സോ അവരെന്ത് ചെയ്യും, എല്ലാ കാര്യങ്ങളും അവർ എക്സ്പെരിമെൻറ്റ് ചെയ്യുക. ഇത്തരം സബ്സ്റ്റൻസ് അബ്യൂസ് അതിലേക്ക് എത്തുന്ന കുട്ടികൾ ജസ്റ്റ് ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ദേ ആർ ട്രൈങ് ടു എക്സ്പെരിമെൻറ്റ് ഓൺ തിങ്സ്. ഇത്തരം സാധനങ്ങൾ അവർ എക്സ്പെരിമെൻറ്റ് ചെയ്തു നോക്കുകയാണ്. പിന്നെ ഒന്ന് ട്രയൽ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ അവർ അതിലേക്ക് അങ്ങനെ വീണ് പോകും. ദേ ആർ ഹെവിലി ഇൻഫ്ലുവൻസ്ഡ് ബൈ മാസ് മീഡിയ ആൻഡ് പേഴ്സ്. അതേപോലെ മാസ് മീഡിയ, സോഷ്യൽ മീഡിയ എടുത്ത് നോക്കുകയാണെങ്കിലും അവിടെ മൂവീസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ വലിയ ആക്ടേഴ്സും വലിയ അവരുടേതായിട്ടുള്ള ഹീറോ, ഓക്കെ, അവരുടെ ഹീറോ വർഷിപ്പിംഗ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഹീറോസ് ഇത്തരം സബ്സ്റ്റൻസ് എല്ലാം യൂസ് ചെയ്യുന്നത് കാണുമ്പോൾ അവരും ഓട്ടോമാറ്റിക്കലി അതിലേക്ക് മാറിപ്പോവാണ്. ആൻഡ് ദേ സീക്ക് എക്സസീവ് സ്റ്റിമുലേഷൻ. അപ്പോൾ അത്തരം ഉത്തേജകങ്ങൾ ഉപയോഗിക്കാൻ അവർക്ക് ഒരു പ്രേരണ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. The more risk factors an individual has, the greater the chance that taking drugs can lead to addiction. അപ്പോൾ ഇവിടെ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുട്ടി എത്ര റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്, അതായത് അവൻ ജീവിച്ചു വരുന്ന ആ ഒരു ചുറ്റുപാടിൽ എന്തോരം റിസ്ക് ഫാക്ടേഴ്സിലാണ് അവൻ നിൽക്കുന്നത്, അതിനനുസരിച്ച് അവൻ്റെ ഈ ഡ്രഗ്സ് ഇൻടേക്കിനുള്ള ഒരു ചാൻസും അതുപോലെ പിന്നീട് അവൻ അതിന് അടിമയാവാനുള്ള ഒരു സാധ്യതയും കൂടുന്നുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് റിസ്ക് ഫാക്ടേഴ്സാണ് ഇവിടെ പറയുന്നത്. ഇതിപ്പോൾ ഏതൊരു പ്രോബ്ലംസ് ആണെങ്കിലും ഇത്തരം റിസ്ക് ഫാക്ടേഴ്സ് എല്ലാത്തിനും ഉണ്ട്. ഫോർ എക്സാമ്പിൾ ബയോളജി, അതായത് അവൻ്റെ ജെനറ്റിക്സ്, അവൻ്റെ അച്ഛനിൽ നിന്നോ അമ്മയിൽ നിന്നും കിട്ടിയിട്ടുള്ള ആ ജീൻസ്, ഓക്കെ, അവൻ്റെ ഹെറിഡിറ്റി, അവൻ്റെ പാരൻസ് ഇത്തരം ഇത് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവൻ അതിനൊരു സാധ്യതയുണ്ട്. ഓക്കെ, അവനത് ഉപയോഗിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ദെൻ ജെൻഡർ നമുക്കറിയാം, മെയിൽസ് ആൻഡ് ഫീമെയിൽസ് എന്ന് പറയുമ്പോൾ ഏത് ജെൻഡറാണ് അത് കൂടുതൽ അതിലേക്ക് പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കറിയാം. എത്നിസിറ്റി, അതുപോലെ അവൻ്റെ ആ ഒരു കൾച്ചർ, അവൻ്റെ റേസ്,
ഓക്കെ, ആ ഒരു റേസിൽ ഇതൊക്കെ ആ ഒരു എൻവിറോൺമെൻറ്റിൽ വരുന്ന ആളുകൾ ഈ രീതിയിൽ ഇത് ഉപയോഗിക്കാനുള്ള സാധ്യത കൂടും. ആൻഡ് പ്രസൻസ് ഓഫ് അതർ മെൻറ്റൽ ഡിസോർഡേഴ്സ്, അതേപോലെ അവൻ്റെ മെൻറ്റൽ ട്രബിൾസ് അല്ലെങ്കിൽ മെൻറ്റൽ ഡിസോർഡേഴ്സ് ഉള്ള വ്യക്തികളും അതും ഇതൊരു റിസ്ക് ഫാക്ടർ തന്നെയാണ്. നെക്സ്റ്റ് വരുന്നത് സോഷ്യൽ എൻവിറോൺമെൻറ്റ്, ദാറ്റ് ഈസ് ഇൻഫ്ലുവൻസ് ഓഫ് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്, സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്, ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻ ജനറൽ, പീർ പ്രഷർ, ഫിസിക്കൽ ആൻഡ് സെക്ഷൽ അബ്യൂസ്, സ്ട്രെസ് ആൻഡ് ക്വാളിറ്റി ഓഫ് പാരൻറ്റിങ്. അപ്പോൾ അവൻ്റെ പാരൻസ്, അവൻ്റെ ഫ്രണ്ട്സ്, അതുപോലെ അവൻ്റെ സോഷ്യോ ഇക്കണോമിക് സ്റ്റാറ്റസ്, ഇതെല്ലാം അവന് ഓരോ കുട്ടിയിലും ഈ പറഞ്ഞ രീതിയിൽ സബ്സ്റ്റൻസ് അബ്യൂസ് അല്ലെങ്കിൽ ഇത്തരം പ്രോബ്ലംസ് ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത ഒരുക്കുന്നതാണ്. ആൻഡ് ദ നെക്സ്റ്റ് ഇസ് ഏജ് ആൻഡ് സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ്. ക്രിട്ടിക്കൽ ഡെവലപ്മെൻറ്റ് സ്റ്റേജസ് ഇൻ എ പേഴ്സൺസ് ലൈഫ് എഫക്റ്റ് അഡിക്ഷൻ വൾണറബിലിറ്റി. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അഡോളസൻസ് എന്ന് പറയുന്നത് ഇത്തരം ഒരു ക്രിട്ടിക്കൽ ഡെവലപ്മെൻറ്റൽ സ്റ്റേജ് തന്നെയാണ്. ഒരുപാട് ഫിസിക്കൽ ചേഞ്ചസ് നടക്കുന്ന ഈ ഒരു സ്റ്റേജ് അവൻ അതിലേക്ക് അഡാപ്റ്റ് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. ഓക്കെ, ആൻഡ് ഓൾസോ ടേക്കിംഗ് ഡ്രഗ്സ് അറ്റ് എനി ഏജ് ക്യാൻ ലീഡ് ടു അഡിക്ഷൻ. ദ ഏർലിയർ ദ യൂസ് ദാറ്റ് ഡ്രഗ് യൂസ് ബിഗിൻസ്, ദ മോർ ലൈക്ലി ഇറ്റ് വിൽ പ്രോഗ്രസ് ടു മോർ സീരിയസ് അബ്യൂസ്. അപ്പോൾ ശരിക്കും ഡ്രഗ്സ് യൂസ് ചെയ്യണത് ആക്ച്വലി ഏത് ഏജിൽ വേണമെങ്കിലും ഒരാൾ തുടങ്ങാം. പക്ഷേ എത്രയും മുന്നേ ഒരു കുട്ടി അത് ഉപയോഗിച്ച് തുടങ്ങുന്നു, അപ്പോൾ അതിനനുസരിച്ച് ഒരു സീരിയസ് അബ്യൂസ് കൂടുതൽ അതിൻ്റെ ഒരു അഡിക്റ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. ഇല്ലിസിറ്റ് ഡ്രഗ് യൂസ് ഇൻക്ലൂഡ്സ് അബ്യൂസ് ഓഫ് ഇല്ലീഗൽ ഡ്രഗ്സ് or the misuse of prescription medications or household substances. ഇവിടെ ഇല്ലിസിറ്റ് ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ പല ഡ്രഗ്സ് ഇവർ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇല്ലീഗൽ ഡ്രഗ്സ് ഓർ മിസ്യൂസ് ഓഫ് പ്രിസ്ക്രിപ്ഷൻ മെഡിക്കേഷൻ, പലപ്പോഴും മെഡിക്കേഷൻസ് പോലും നമുക്കറിയാം, ഉറക്ക ഗുളികകൾ, ഓക്കെ, അതുപോലെ ഹൗസ് ഹോൾഡ് സബ്സ്റ്റൻസസ്, ഇപ്പോൾ വൈറ്റ്നസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് കുട്ടികൾ പലപ്പോഴും നമ്മളങ്ങനെ വായിച്ച് കേൾക്കുന്നുണ്ട്. അപ്പോൾ അത്തരം ഹൗസ് ഹോൾഡ് സബ്സ്റ്റൻസിൽ പോലും ഇത്തരം ഒരു പ്ലഷർ സീക്കിംഗ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ഇന്ന് കുട്ടികളിൽ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. And these drugs directly or indirectly cause a pleasure increase in the amount of dopamine in the brain. ഇത് ആക്ച്വലി ഈ ഡ്രഗ്സ് ഇൻടേക്കിലൂടെ എന്താണ് അവരിൽ കിട്ടുന്നത്? അതായത് നമുക്കറിയാം, നമ്മളുടെ ബ്രെയിൻ എന്ന് പറയുമ്പോൾ ഇതിനുള്ളിൽ ഒരുപാട് ന്യൂറോൺ ഫങ്ഷൻ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ന്യൂറോൺസ് ഫങ്ഷൻ ചെയ്യുമ്പോൾ ഈ ന്യൂറോൺസിൽ ഒരുപാട് ഒരു ചെയിൻ ഓഫ് ന്യൂറോൺസ് അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് ആയിട്ട് തന്നെയാണ് അത് ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബോഡിയിലുള്ള ഓരോ കാര്യങ്ങളും ന്യൂറോൺസിലേക്ക് മെസ്സേജ് ചെയ്യുന്നു. അതിനനുസരിച്ച് തിരിച്ചിങ്ങോട്ട് മെസ്സേജ് കിട്ടുന്നതിനനുസരിച്ചാണ് നമ്മുടെ ബോഡിയിൽ ഓരോ മൂവ്മെൻറ്റ്സും നമ്മളുടെ ഓരോ ഇമോഷൻസ് ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിനിടയിൽ ഈ ഒരു ന്യൂറോൺ ടു ന്യൂറോൺ എന്ന് പറഞ്ഞ ഇതിനിടയിൽ പ്രവർത്തിക്കുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ് ഡോപ്പമിൻ എന്ന് പറയുന്നത്. ഡോപ്പമിൻ ഈസ് ഒരു ഹാപ്പി ഹോർമോൺ എന്നൊക്കെയാണ് ഡോപ്പമിനെ പറയുന്നത്. ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ കെമിക്കൽ, ന്യൂറോ ട്രാൻസ്മിറ്റർ. അപ്പോൾ ഇത് മെസ്സേജസ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ് ഡോപ്പമിൻ എന്നുള്ളത്. ആക്ച്വലി ആ ഡോപ്പമിൻ എന്നുള്ളത് നമ്മളുടെ ബ്രെയിനിൽ ഓട്ടോമാറ്റിക്കലി ഉണ്ടാവുന്ന ഒരു കാര്യമാണ് ഡോപ്പമിൻ എന്നുള്ളത്. അപ്പോൾ പക്ഷേ ഈ ഒരു ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതിലൂടെ അവിടെ ഒരു ഡോപ്പമിൻ്റെ സെക്രീഷൻ കൂടുതലായിട്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതിലൂടെ എന്തുണ്ടാവുന്നു? ദീസ് ഡ്രഗ്സ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി കോസ് എ പ്ലഷർ ഇൻക്രീസ് ഇൻ ദ എമൗണ്ട് ഓഫ് ഡോപ്പമിൻ ഇൻ ദ ബ്രെയിൻ. അപ്പോൾ ബ്രെയിനിൽ ആ ഡോപ്പമിൻ്റെ എമൗണ്ട് കുറച്ച് കൂട്ടുന്നു. ആസ് എ പേഴ്സൺ continues to abuse drugs, the brain adapts to drug induced surges in dopamine by producing less dopamine of its own. അപ്പോൾ ഒരു വ്യക്തി ഈ ഡ്രഗ്സ് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ അവൻ്റെ ബ്രെയിൻസ് ഓട്ടോമാറ്റിക്കലി പ്രൊഡ്യൂസ് ചെയ്തിരുന്ന ഡോപ്പമിൻ്റെ എമൗണ്ട് കുറയും. കാരണം ഇവൻ ഓൾറെഡി മറ്റൊരു സാധനം ഉപയോഗിച്ചുകൊണ്ട്, ഒരു ഡ്രഗ് ഉപയോഗിച്ചുകൊണ്ട് ഡോപ്പമിൻ ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അത് ഫോം ചെയ്യാൻ തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഫോം ചെയ്യുന്ന ബ്രെയിനിൻ്റെ ആ ഒരു പ്രവർത്തനം കുറഞ്ഞു പോകും. ആൻഡ് ദിസ് ഡിക്രീസ് കമ്പൽസ് എ അഡിക്റ്റഡ് പേഴ്സൺ ടു കീപ് അബ്യൂസിങ് ഡ്രഗ്സ്. അതിൻ്റെ ഫലമായിട്ടാണ് ഇതിൽ അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ വീണ്ടും വീണ്ടും ആ ഡ്രഗ്സ് ഇൻടേക്ക് നോക്കുന്നത്. കാരണം അവന് പിന്നീട് ആ ഡ്രഗ്സ് കിട്ടുന്നില്ലെങ്കിൽ അവനാകെ മാനസികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരും. കാരണം ഈ ഡോപ്പമിൻ ഓട്ടോമാറ്റിക്കായിട്ട് ഫോം ചെയ്യുന്ന ഒരു ഫങ്ഷൻ ബ്രെയിനിൽ താൽക്കാലികമായിട്ട് നിർത്തലാക്കപ്പെടും. അതിൻ്റെ ഭാഗമായിട്ട് അവന് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ അവൻ എന്ത് ചെയ്യും? വീണ്ടും ഈ ഒരു ഡ്രഗ് യൂസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഈ ഡ്രഗ് കിട്ടുന്നതിന് വേണ്ടി അവൻ ഒരുപാട് വെപ്രാളം കൂട്ടും. Okay, but now large amounts of the drug are required to achieve the same euphoric dopamine high, an effect known as tolerance. പക്ഷേ ഈ ഒരു സമയമാകുമ്പോഴേക്കും കുറേ കഴിയുമ്പോൾ എന്തുണ്ടാവും? ഒരുപാട് ഡ്രഗ്സ് മുൻപ് ഉപയോഗിച്ചിരുന്നതിലും കൂടുതൽ എമൗണ്ട് ഉപയോഗിക്കുമ്പോൾ മാത്രമേ ആ ഒരു ഡോപ്പമിൻ
ബ്രെയിനിൽ ഫോം ചെയ്യുള്ളൂ എന്ന ഒരു നിലയിലെത്തും. ആ ഒരു ഇഫക്റ്റിനെ നമ്മൾ ടോളറൻസ് എന്നുള്ളതൊക്കെ പറയും. അപ്പോൾ അതായത് നോർമലായിട്ട് ബ്രെയിനിലുണ്ടാവുന്ന ഒരു കെമിക്കൽ, ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ് ഡോപ്പമിൻ എന്നുള്ളത്. പക്ഷേ ഇത്തരം ഡ്രഗ്സ് ഉപയോഗിക്കുന്നതിലൂടെ ഡോപ്പമിൻ ഉണ്ടാവുകയും പിന്നീട് ഈ ഡ്രഗ്സ് ഉപയോഗിച്ചാൽ മാത്രമേ ഡോപ്പമിൻ ഉണ്ടാവുള്ളൂ എന്നുള്ള ഒരു നിലയിലെത്തും. ഈ ഡോപ്പമിൻ എന്നുള്ളത് ഒരു ഹാപ്പി ഹോർമോൺ, നമ്മളുടെ ഉള്ളിൽ കുറേ ഇമോഷൻസ്, നമ്മളുടെ മൂവ്മെൻറ്റ്സിനൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു കെമിക്കലാണ് ഡോപ്പമിൻ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ പിന്നെ അത് ബ്രെയിനിൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കാതെ വരുന്ന സമയത്ത് ആ വ്യക്തിക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ പിന്നെ അവൻ അതിൽ അഡിക്റ്റ് ആവും. അതായത് പിന്നീട് പിന്നെയും അവനത് ഉപയോഗിക്കേണ്ടതായിട്ട് വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് അബൌട്ട് ആൽക്കഹോൾ യൂസ്. അപ്പോൾ സബ്സ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതിനുള്ളിൽ വരുന്നുണ്ട് അല്ലേ. ടൊബാക്കോ, സിഗരറ്റ്, ആൽക്കഹോൾ, ഡ്രഗ്സ് എല്ലാം വരുന്നുണ്ട്. ഇനി നമ്മൾ ആൽക്കഹോൾസ് ആണ് നോക്കുന്നത്. Ethyl alcohol or ethanol, ഓർത്ത് വെക്കണേ, ethyl alcohol or ethanol is an intoxicating ingredient found in beer, wine and liquor, beer, wine ഇതിലൊക്കെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ഇൻടോക്സിക്കേറ്റിംഗ് ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ഇത്തൈൽ ആൽക്കഹോൾ അല്ലെങ്കിൽ എത്തനോൾ ആണ്. ആൻഡ് ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഫെർമെൻറ്റേഷൻ ഓഫ് ഈസ്റ്റ്, ഷുഗർ ആൻഡ് സ്റ്റാർച്ചസ്. നിങ്ങൾക്കറിയാം ഈസ്റ്റിൻ്റെയും ഷുഗറിൻ്റെയൊക്കെ ഫെർമെൻറ്റേഷനിലൂടെയാണ് ഇത് ഉണ്ടാവുന്നത്, ഇത്തൈൽ ആൽക്കഹോൾ. ആൻഡ് ഇറ്റ് ഈസ് എ സെൻട്രൽ നെർവസ് സിസ്റ്റം ഡിപ്രസൻറ്റ് that is rapidly absorbed from the stomach and small intestine into the bloodstream. അപ്പോൾ ആക്ച്വലി ഈ ഒരു ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ ആൽക്കഹോൾ യൂസ് ചെയ്ത ആളുകളിൽ കുറച്ച് കഴിയുമ്പോൾ അവരുടെ നോർമൽ ഫങ്ഷനിങ് മൊത്തമായിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതായത് നോർമൽ ആയിട്ടുള്ള വേ ഓഫ് ലിവിങ് അതിൽ നിന്നും അവർ കുറച്ചിങ്ങനെ അബ്നോർമലായിട്ട് മാറും. കാരണം എന്താ? യെസ്, ഇറ്റ് ഈസ് എ സെൻട്രൽ നെർവസ് സിസ്റ്റം ഡിപ്രസൻ്റ് ആണ്. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെയാണ് അത് ബാധിക്കുന്നത്. ഓക്കെ, സോ ആൽക്കഹോൾ ഇൻടേക്കിലൂടെ അതെന്ത് സംഭവിക്കുന്നു? ഇറ്റ് ഇസ് റാപ്പിഡ്ലി അബ്സോർബ് ഫ്രം ദ സ്റ്റൊമക്കിൽ നിന്ന് പെട്ടെന്ന് അത് അബ്സോർബ് ചെയ്യും ആൻഡ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ നേരെ ബ്ലഡ് സ്ട്രീമിലേക്ക് എത്തുകയാണ്. ആൻഡ് ആൽക്കഹോൾ ഈസ് മെറ്റബലൈസ്ഡ് ഇൻ ദ ലിവർ ബൈ എൻസൈംസ്. However, the liver can only metabolize a small amount of alcohol at a time. അപ്പോൾ ലിവർ ഇതിനെ മെറ്റബലൈസ് ചെയ്യും, ലിവറിലെ എൻസൈംസ് ഒക്കെ വെച്ചുകൊണ്ട്. പക്ഷെ ഒരുപാട് എമൗണ്ട് ഓഫ് ആൽക്കഹോൾ വരുന്ന സമയത്ത് ലിവറിന് അത് മെറ്റബലൈസ് ചെയ്യാൻ സാധിക്കാതെ വരും, ലീവിങ് ദ എക്സസ് ആൽക്കഹോൾ ടു സർക്കുലേറ്റ് ത്രൂ ഔട്ട് ദ ബോഡി. അപ്പോൾ ആ എക്സസ് ആയിട്ടുള്ള ഒരുപാട് ആൽക്കഹോൾ ഇൻടേക്ക് ഒരുപാട് എടുത്തു കഴിയുമ്പോൾ ലിവറിന് അത് ഓട്ടോമാറ്റിക്കായിട്ട് മെറ്റബലൈസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലാതെ വരും. അപ്പോൾ അത് ബോഡി മൊത്തമായിട്ട് അത് സർക്കുലേറ്റ് ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ആൽക്കഹോൾ എഫക്ട്സ് എവറി ഓർഗാൻ ഇൻ ദ ഡ്രിങ്കേഴ്സ് ബോഡി ആൻഡ് ക്യാൻ ഡാമേജ് എ ഡെവലപ്പിംഗ് ഫീറ്റസ്. അപ്പോൾ അത് യൂസ് ചെയ്യുന്ന വ്യക്തികളിൽ ബോഡിയിലെ എല്ലാ പാർട്സിനെയും അത് ബാധിക്കും. ഡെവലപ്പിംഗ് ഫീറ്റസ്, ഓക്കെ, എന്താ ഉള്ളിലുള്ള ആ ഒരു ഫീറ്റസിനെ പോലും, അതായത് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് പോലും അത് ബാധിക്കും എന്നാണ് പറയുന്നത്. ഇൻടോക്സിക്കേഷൻ ക്യാൻ ഇമ്പയർ ബ്രെയിൻ ഫങ്ഷൻ ആൻഡ് മോട്ടോർ സ്കിൽസ്. ഓക്കെ, അതുപോലെ ബ്രെയിൻ്റെ ഫങ്ഷനും മോട്ടോർ സ്കിൽസിലും എല്ലാം ഒരു ഇമ്പയർമെൻറ്റ് ഉണ്ടാവും. ഹെവി യൂസ് ക്യാൻ ഇൻക്രീസ് റിസ്ക് ഓഫ് സർട്ടൻ ക്യാൻസർ, സ്ട്രോക്ക് ആൻഡ് ലിവർ ഡിസീസ്. വളരെ കൂടുതൽ എമൗണ്ടിൽ ആൽക്കഹോൾ ടേക്ക് വരികയാണെങ്കിൽ അവിടെ ക്യാൻസറിനും അതുപോലെ സ്ട്രോക്കിനും ലിവർ ഡിസീസിനും ഒക്കെ ഉള്ള സാധ്യതകളുണ്ട്. Alcoholism is a diagnosable disease characterized by a strong craving for alcohol or continued use despite harm or personal injury. Alcoholism എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഈസ് എ ഡിസീസാണ്. ആൽക്കഹോളിസം എന്ന് പറയുന്നത് അതായത് ഒരു ഭയങ്കര സ്ട്രോങ് ക്രേവിങ് ഫോർ ആൽക്കഹോൾ. വീണ്ടും ഒരുപാട് ആൽക്കഹോൾ ഇങ്ങനെ കുടിച്ച് ഇതായിക്കൊണ്ടേയിരിക്കുക. ഓക്കെ, ചിലപ്പോൾ പേഴ്സണൽ ഇഞ്ചുറി, സ്വയം മുറിവുപ്പെടുത്തിയിട്ടും അല്ലെങ്കിൽ പല കാര്യങ്ങളും ചെയ്തുകൊണ്ട് വീണ്ടും ആൽക്കഹോളിൻ്റെ പിന്നാലെ നടക്കുന്ന ആ ഒരു അവസ്ഥയെ നമ്മൾ ആൽക്കഹോളിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡ്രിങ്കിങ് ടു ക്വിക്ക്ലി ക്യാൻ എഫക്റ്റ് ബ്രീത്തിങ്, ഹാർട്ട് റേറ്റ്, ബോഡി ടെമ്പറേച്ചർ ആൻഡ് പൊട്ടൻഷ്യലി ലീഡ് ടു കോമ ആൻഡ് ഡെത്ത്. ദിസ് ഈസ് നോൺ ആസ് ആൽക്കഹോൾ പോയ്സണിങ്. ആൽക്കഹോൾ പോയ്സണിങ് എന്ന് പറയുമ്പോൾ ഒരുപാട് അതും ടു മച്ച് ആൻഡ് ടു ക്വിക്ക്ലി ഒരുപാടും ഒരേ സമയത്ത് കുറേ കുടിക്കുന്നതുകൊണ്ട് ബ്രീതിങ് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവാം, ഹാർട്ട് റേറ്റിൽ പ്രോബ്ലംസ് വരും, ബോഡി ടെമ്പറേച്ചറിലും അതുപോലെ പെട്ടെന്ന് കോമ സ്റ്റേറ്റിലേക്കും പിന്നീട് മരണപ്പെടാനും സാധ്യതയുണ്ട്. അതിന് നമ്മൾ ആൽക്കഹോൾ പോയ്സണിങ് എന്ന് പറയും. നെക്സ്റ്റ് വൺ ഈസ് അബൌട്ട് സ്മോക്കിംഗ്. Cigarettes and other forms of tobacco, including cigars, pipe tobacco, snuff and chewing tobacco contain the addictive drug nicotine. In സ്മോക്കിങ്ങിലേക്ക് വരുമ്പോൾ സ്മോക്കിംഗ് എന്ന് പറയുമ്പോൾ തന്നെ പല സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് സ്മോക്കിങ്ങിന് വേണ്ടി. സിഗരറ്റ്, അതുപോലെ സിഗാർസ്, പൈപ്പ് ടുബാക്കോ, ഓക്കെ, അതുപോലെ സ്നഫ് യൂസ് ചെയ്യുക,
ചൂയിങ് ടുബാക്കോ. ഇതിൽ ഏത് വിഭാഗത്തിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിലെല്ലാം ഉള്ള അഡിക്റ്റീവ് ഡ്രഗ് എന്ന് പറയുന്നത്, ഒരാളെ അടിമപ്പെടുത്തുന്ന ആ ഒരു ഡ്രഗ് എന്ന് പറയുന്നത് നിക്കോട്ടിൻ ആണ്. നിക്കോട്ടിൻ ഈസ് റെഡിലി അബ്സോർബ്ഡ് ഇൻ ടു ദ ബ്ലഡ് സ്ട്രീം വെൻ എ ടൊബാക്കോ പ്രോഡക്റ്റ് ഇസ് ച്യൂഡ്, ഇൻഹെയിൽഡ് ഓർ സ്മോക്ഡ്. ഈ സാധനം നമ്മൾ ഈ ടൊബാക്കോ പ്രോഡക്റ്റ് ച്യൂ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അത് ഇൻഹെയിൽ ചെയ്യുമ്പോൾ സ്മോക്ക് ചെയ്യുന്ന സമയത്ത് നേരിട്ടിട്ട് അതെന്ത് ചെയ്യും, ബ്ലഡ് സ്ട്രീമിലേക്ക് അബ്സോർബ്ഡ് ആവും, നിക്കോട്ടിൻ അബ്സോർബ്ഡ് ആവും, വലിച്ചെടുക്കും. ഓക്കെ, upon entering the bloodstream, nicotine immediately stimulates the adrenal glands to release a hormone, epinephrine or adrenaline. സോ ഇത് ബ്ലഡ് സ്ട്രീമിലേക്ക് പെട്ടെന്ന് അബ്സോർബ്ഡ് ആവും എന്ന് പറഞ്ഞു നിക്കോട്ടിൻ യൂസ് ചെയ്യുമ്പോൾ. ഈ നിക്കോട്ടിൻ ബ്ലഡിലേക്ക് എൻ്റർ ചെയ്ത ഉടനെ എന്തുണ്ടാവും, ഇറ്റ് ഇമ്മീഡിയറ്റ്ലി സ്റ്റിമുലേറ്റ്സ് അഡ്രീനൽ ഗ്ലാൻസ്. അഡ്രീനൽ ഗ്ലാൻസ് ഉണ്ടല്ലോ അല്ലേ നമുക്ക്, ആ അഡ്രീനൽ ഗ്ലാൻസിനെ അത് സ്റ്റിമുലേറ്റ് ചെയ്യും. ഓക്കെ, എന്നിട്ട് എന്തുണ്ടാവും, ഒരു ഹോർമോൺ റിലീസ് ചെയ്യും, അഡ്രീനാലിൻ അല്ലെങ്കിൽ എപ്പിനെഫ്രിൻ എന്ന ഒരു ഹോർമോൺ റിലീസ് ചെയ്യും. ഈ എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ അഡ്രീനാലിൻ സ്റ്റിമുലേറ്റ്സ് സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് ഇൻക്രീസസ് ബ്ലഡ് പ്രഷർ, റെസ്പിറേഷൻ ആൻഡ് ഹാർട്ട് റേറ്റ്. അപ്പോൾ എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ അഡ്രീനാലിൻ റിലീസ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം സ്റ്റിമുലേറ്റഡ് ആവും. ഓക്കെ, അതോടുകൂടി നമ്മളുടെ ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യും, റെസ്പിറേഷൻ റേറ്റും ഹാർട്ട് റേറ്റും ഒക്കെ കൂടും. ആൻഡ് നിക്കോട്ടിൻ ഓൾസോ ഇൻക്രീസസ് ബ്രെയിൻ ലെവൽസ് ഓഫ് ദ ന്യൂറോ ട്രാൻസ്മിറ്റർ ഡോപ്പമിൻ. അത് മാത്രമല്ല ഡ്രഗ് യൂസിൽ പറഞ്ഞ രീതിയിൽ തന്നെ നിക്കോട്ടിൻ ബ്ലഡിലേക്ക് എത്തുന്നതോടുകൂടി ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ ഡോപ്പമിൻ്റെ ലെവലും കൂടും, വിച്ച് എഫക്ട് ദ ബ്രെയിൻ പാത്വേസ് ദാറ്റ് കൺട്രോൾ റിവാർഡ് ആൻഡ് പ്ലഷർ. നമ്മൾ പറഞ്ഞു ഹാപ്പി ഹോർമോൺ എന്നാണ് പറയുന്നത് ഡോപ്പമിൻ. അപ്പോൾ ആ ഒരു പ്ലഷറിന് വേണ്ടിയിട്ടാണ് പലരും ഈ ഒരു നിക്കോട്ടിൻ അല്ലെങ്കിൽ സ്മോക്കിങ്ങിലേക്കും ഡ്രഗിലേക്കും ഒക്കെ എത്തിച്ചേരുന്നത്. പക്ഷെ പിന്നീട് എന്തുണ്ടാവും, ഓട്ടോമാറ്റിക്കലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡോപ്പമിൻ്റെ പ്രൊഡ്യൂസ് അവിടെ നിർത്തലാക്കപ്പെടുകയും പിന്നെ എപ്പോഴും ഇത്തരം സാധനങ്ങളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അതിന് തന്നെ നമ്മൾ അഡിക്ഷൻ എന്ന് പറയുന്നത്. നിക്കോട്ടിൻ ഇസ് അഡിക്റ്റീവ് ബട്ട് ഡസ് നോട്ട് കോസ് ക്യാൻസർ. നിക്കോട്ടിൻ അഡിക്റ്റീവ് ആണ്, പിന്നെയും പിന്നെ നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അടിമയായി പോവും, പക്ഷെ അത് ക്യാൻസർ ഉണ്ടാക്കുന്നില്ല. ക്യാൻസർ ഉണ്ടാക്കുന്നത് എന്താണെന്നറിയോ, ടൊബാക്കോ സ്മോക്ക് ഇസ് എ മിക്സ്ചർ ഓഫ് കെമിക്കൽസ് സച്ച് ആസ് കാർബൺ മോണോക്സൈഡ്, ടാർ, ഫോർമാൽഡിഹൈഡ്, cyanide and ammonia, many of which are carcinogens or cancer causing. ഇതിൻ്റെ സ്മോക്ക്, ടൊബാക്കോ സ്മോക്ക് എന്ന് പറയുമ്പോൾ ആ സ്മോക്കിൽ എന്തൊക്കെ ഉണ്ട്, കാർബൺ മോണോക്സൈഡ്, ടാർ, ഫോർമാൽഡിഹൈഡ്, സയനൈഡ്, അമോണിയ, ഇതെല്ലാം കാർസിനോജൻസ് ആണ്, അതായത് ക്യാൻസർ കോസിങ് സബ്സ്റ്റൻസസ് ആണ്. അപ്പോൾ ഈ ടൊബാക്കോ സ്മോക്കിൽ നിന്നുമാണ് ആക്ച്വലി ക്യാൻസർ ഫോം ചെയ്യുന്നത്. Okay, and carbon monoxide increases the chance of cardiovascular diseases such as stroke and heart attack. അത് മാത്രമല്ല കാർബൺ മോണോക്സൈഡ് പോലുള്ള ഗ്യാസ് നമുക്കറിയാം, അത് ശ്വസിക്കുന്നതിലൂടെ ഒരുപാട് കാർഡിയോവാസ്കുലർ ഡിസീസ്, ഹാർട്ട് അറ്റാക്കിന് പോലുമുള്ള സാധ്യതയുണ്ട്. പീപ്പിൾ ബിഗിൻ സ്മോക്കിംഗ് ഫോർ എ വെറൈറ്റി ഓഫ് റീസൺസ്. എങ്ങനെയാണ് സ്മോക്കിങ്ങിലേക്ക് എത്തുന്നത്? ഒരുപാട് റീസൺസ് ഉണ്ട് അല്ലേ. സംടൈംസ് പീർ പ്രഷർ, ഈ പറഞ്ഞതുപോലെ ഗ്യാങ്ങിൻ്റെ കൂടെ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു പീർ ഗ്രൂപ്പിനോടൊപ്പം ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ഒരാൾ വലിക്കുന്നത് കാണുമ്പോൾ മറ്റാളുകളും അവർക്കും അതേ രീതിയിലൊരു പ്ലഷറിന് വേണ്ടിയും അതേപോലെ അവരെ അതിലേക്ക് ആക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ റെക്കഗ്നീഷന് വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്, പിയേഴ്സിൻ്റെ റെക്കഗ്നീഷന് വേണ്ടിയിട്ട്. ഓക്കെ, സോഷ്യൽ ബോണ്ട് വിത്ത് അതർ സ്മോക്കേഴ്സ്. ഓക്കെ, ആ സ്മോക്കേഴ്സുമായിട്ട് ഒരു ബോണ്ടിങ്ങിന് വേണ്ടിയിട്ട്. ദേ ലൈക്ക് ദ റിസ്ക്, അഡോളസൻസ്, പാരൻ്റൽ ഇൻഫ്ലുവൻസ്, മിസ്ഇൻഫോർമേഷൻ ലൈക്ക് സിഗരറ്റ്സ്, ജനറ്റിക് പ്രീഡിസ്പൊസിഷൻ, advertising and other media influences, self-medication for stress, oral satisfaction and to keep from overeating or biting nails. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ വരാം. പാരൻ്റൽ ഇൻഫ്ലുവൻസ്, പാരൻസ് വലിക്കുന്നത് കണ്ടുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ജനറ്റിക് പ്രിഡിസ്പൊസിഷൻ പറഞ്ഞാൽ ചില മുൻധാരണകൾ, ഇന്ന അസുഖം വരാതിരിക്കാൻ എന്നൊക്കെ പറഞ്ഞ് വലിക്കാം. പിന്നെ അഡ്വർടൈസിങ് അല്ലേ, സോഷ്യൽ മീഡിയയിൽ വരുന്ന അഡ്വർടൈസ്മെൻറ്റ്സിൽ കൂടെ കുട്ടികൾക്ക് ഇത്തരം ഒരു പ്രേരണ ഉണ്ടാവാം. പിന്നെ അതുപോലെ സെൽഫ് മെഡിക്കേഷൻ, അതായത് ഫോർ സ്ട്രെസ്, എന്തെങ്കിലും പ്രശ്നം മനപ്രയാസം വരുന്ന സമയത്ത് ആ മനപ്രയാസത്തിൽ നിന്നും ഒളിച്ചോടാൻ വേണ്ടിയിട്ട് ഇത്തരം സ്മോക്കിങ്ങിലേക്ക് എത്താം. പിന്നെ വരുന്നത് ഓറൽ സാറ്റിസ്ഫാക്ഷൻ, അതായത് ചില ചെറിയ കുട്ടികളിലൊക്കെ നമുക്ക് വളരെ കുറേ കഴിക്കുന്നതും അതുപോലെ ബൈറ്റിംഗ് നെയിൽസ്, ബൈറ്റ് ചെയ്യുന്ന സ്വഭാവമൊക്കെ ഉണ്ട്. അപ്പോൾ അത് മാറ്റിയിട്ട് അതിൽ നിന്നുള്ള മറ്റൊരു സ്വഭാവത്തിലേക്കുള്ളൊരു മാറ്റം എന്നുള്ള രീതിയിൽ സ്മോക്കിങ്ങിലേക്ക് വരുന്ന കുട്ടികളും ഉണ്ട്. സെക്കൻഡ് ഹാൻഡ് പാസീവ് ഓർ എൻവിറോൺമെൻറ്റൽ സ്മോക്ക് കൺസിസ്റ്റ് ഓഫ് എക്സ്ഹെയിൽഡ് സ്മോക്ക് ആൻഡ് സ്മോക്ക് ഗിവൺ ഓഫ് ബൈ ദ ബേണിംഗ് ആൻഡ് എൻഡ് ഓഫ് ടൊബാക്കോ പ്രൊഡക്ട്സ്. നമ്മൾ പറഞ്ഞിരുന്നു നിക്കോട്ടിനേക്കാളും കൂടുതൽ പ്രശ്നമുള്ളതാണ് അതിൻ്റെ സ്മോക്ക് എന്നുള്ളത്. കാരണം അതിലാണ് ഈ പറഞ്ഞ കാർബൺ മോണോക്സൈഡ് അതുപോലെ അത്തരം കാർസിനോജസ് സബ്സ്റ്റൻസ് ഉള്ളത്. അപ്പോൾ ഒരു ഇൻഹേലിംഗ് സെക്കൻഡ് ഹാൻഡ് സ്മോക്ക് ഇൻക്രീസ് റിസ്ക് ഫോർ ഡിസീസ്. ഒരാൾ വലിക്കുന്നില്ലെങ്കിലും വലിക്കുന്ന ഒരാളുടെ ഇരിക്കുമ്പോൾ, അതായത് സ്മോക്കിംഗ് ചെയ്യുന്ന ഒരാളോടൊപ്പമുള്ള ഒരു സഹവാസം, അയാളോടൊപ്പം നിൽക്കുന്നതോടുകൂടി
പല അസുഖങ്ങളും വരാം, റെസ്പിറേറ്ററി ഡിസീസസ് എല്ലാം വരാം. ചിൽഡ്രൻ എക്സ്പോസ് ടു സെക്കൻഡ് ഹാൻഡ് സ്മോക്കിംഗ് ആർ അറ്റ് ആൻ ഇൻക്രീസ് റിസ്ക് ഫോർ സഡൻ ഇൻഫൻറ്റ് ഡെത്ത് സിൻഡ്രം. ചെറിയ കുട്ടികളെ സംബന്ധിച്ച് അവർ ഒരിക്കലും സ്മോക്കിങ്ങിലേക്കൊന്നും പോവില്ല, പക്ഷെ അവരുടെ പാരൻസ് ഇത്തരം സ്മോക്കിംഗ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്ക് പല പ്രശ്നങ്ങളും, ഇൻഫൻറ്റ് ഡെത്ത് സിൻഡ്രം, അവർക്ക് മരണപ്പെടാൻ വരെ കാരണമാകാം. പറയുമ്പോൾ അവർ നേരിട്ടല്ല സ്മോക്ക് ചെയ്യുന്നത്, പക്ഷെ ആ പുക അവർക്ക് എടുക്കുന്നുണ്ട്. അത്തരം കാർസിനോജനസ് സബ്സ്റ്റൻസ് അവരുടെ ഉള്ളിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയാണ്. അതേപോലെ അവരിൽ ഒരുപാട് ഇയർ പ്രോബ്ലംസ്, ആസ്മയ്ക്കുള്ള പോസിബിലിറ്റി ഒക്കെ ഇത്തരം കുട്ടികൾക്ക് ഉണ്ടാവാം അവരുടെ പാരൻസ് സ്മോക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അവർ മറ്റേതെങ്കിലും അഡൾട്ട്സ് സ്മോക്ക് ചെയ്യുന്ന സമയത്ത്. ചിൽഡ്രൻ ഹു ഗ്രോ അപ്പ് വിത്ത് പാരൻസ് ഹു സ്മോക്ക് ആർ മോർ ലൈക്ലി ടു ബിക്കം സ്മോക്കേഴ്സ്. അതുപോലെ കുട്ടികൾ അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ വളരുമ്പോൾ അവരുടെ പാരൻസ് ഇത്തരം സ്മോക്കിംഗ് ഹാബിറ്റ് ഉള്ളവരാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവർക്കും ഇത്തരം ഒരു സ്മോക്കിംഗ് ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് അബൌട്ട് ഈറ്റിംഗ് ഡിസോർഡേഴ്സ്. ഇനി വരുന്ന മറ്റൊരു പ്രോബ്ലം എന്നുള്ളത് ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ആണ്. ഇതിനെ നമുക്ക് ആങ്സൈറ്റി ഡിസോർഡേഴ്സ് എന്നും പറയും കേട്ടോ. ഈറ്റിംഗ് ഡിസോർഡേഴ്സ് എന്നുള്ളത് ആക്ച്വലി മെൻ്റൽ ഹെൽത്ത് ഡിസോർഡർ ആണ്. ഈറ്റിംഗ് ഡിസോർഡർ എന്ന് പറയുന്നത് മെൻ്റൽ ഹെൽത്ത് ഡിസോർഡർ ഫോളിങ് അണ്ടർ ദ ഹെഡിങ്സ് ഓഫ് ആങ്സൈറ്റി ഡിസോർഡർ ഓർ OCD. ഓർത്ത് വെക്കണം, OCD എന്ന് പറഞ്ഞാൽ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ. ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ, ഒബ്സെഷൻസ് എന്നൊക്കെ പറയില്ലേ നമ്മൾ. ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന് പറയുമ്പോൾ എന്താ, ഒരുപാട് ഒബ്സെഷൻ, ചില വേട്ടയാടുന്നത് പോലെ ചില തോന്നലുകൾ, അൺറീസണബിൾ ആയിട്ടുള്ള കുറേ തോന്നലുകൾ, അതിൻ്റെ ഭാഗമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് അവർ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടേയിരിക്കും. അത്തരം ആങ്സൈറ്റി ഡിസോർഡർ അല്ലെങ്കിൽ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡറിൽ വരുന്ന ഒന്നാണ് ഈറ്റിംഗ് ഡിസോർഡർ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് മേ ബി എ കോമ്പിനേഷൻ ഓഫ് ബയോളജിക്കൽ, ബിഹേവിയറൽ ആൻഡ് സോഷ്യൽ ഫാക്ടേഴ്സ്. അപ്പോൾ ഇതിന് പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ബയോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കാം, ബിഹേവിയറൽ, അതുപോലെ സോഷ്യൽ ഫാക്ടേഴ്സ്, സാമൂഹികമായിട്ടുള്ള ഘടകങ്ങൾ ഉണ്ടാവാം. ആൻഡ് അഡോളസെന്റ് വിത്ത് ആൻ ഈറ്റിംഗ് ഡിസോർഡർ ഈസ് സോ പ്രിഒക്കുപ്പൈഡ് വിത്ത് ഫുഡ് ആൻഡ് വെയ്റ്റ് ദാറ്റ് ഇറ്റ് ക്യാൻ ഓഫൻ ഫോക്കസ് ഓൺ ലിറ്റിൽ എൽസ്. അപ്പോൾ ഇത്തരം ഒരു കുട്ടിയിൽ, കൗമാര പ്രായത്തിലെത്തിയ കുട്ടിക്ക് ഒരു ഈറ്റിംഗ് ഡിസോർഡർ എന്ന് പറയുമ്പോൾ അവന് ഫുഡ് ആൻഡ് വെയ്റ്റിൽ അവൻ ഒരുപാട് പ്രിഒക്കുപ്പൈഡ് ആയിരിക്കും, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെക്കുറിച്ച് അവൻ വളരെയധികം കോൺഷ്യസ് ആയിരിക്കും എന്നുള്ളതാണ്. നമ്മളിവിടെ 3 തരത്തിലുള്ള ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ആണ് കാണുന്നത്. ഓക്കെ, വൺ ഇസ് അനോറക്സിയ നെർവോസ. അനോറക്സിയ എന്നും പറയും, അനോറക്സിയ നെർവോസ എന്നുള്ളതാണ് അതിൻ്റെ ഫുൾ നെയിം. നെക്സ്റ്റ് വൺ ഇസ് ബ്യൂലീമിയ ആൻഡ് ദ തേർഡ് വൺ ഇസ് ബിഞ്ച് ഈറ്റിംഗ് ഡിസോർഡർ. So let us see the first one, anorexia nervosa. It is a refusal to eat adequate calories out of fear of becoming fat. It can damage major organs, cause irregular heartbeat, low blood pressure, pulse, body temperature and breathing rates, cessation of menstrual cycle, infertility, brittle hair and nails and thinning of bones. അപ്പോൾ അനോറക്സിയ നെർവോസ എന്ന് പറയുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത് അറിയോ? അതായത് കുട്ടികൾ തടിക്കുമോ, താൻ തടിച്ചു പോവുമോ, തൻ്റെ ശരീരത്തിൻ്റെ ഭംഗി പോവുമോ എന്നുള്ള പേടി കാരണം ഭക്ഷണം ശരിയായ രീതിയിൽ, ശരിയായ എമൗണ്ടിലുള്ള ഭക്ഷണം കഴിക്കാതെ വരുന്നതിനെയാണ് നമ്മൾ അനോറക്സിയ നെർവോസ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുട്ടിക്ക് ഭയങ്കര പേടിയാണ്, താൻ തടിച്ചു പോവുമോ, തൻ്റെ ഭംഗിയൊക്കെ പോവുമോ, തടിച്ചു കഴിയുമ്പോൾ ഭംഗിയില്ലാതായി പോവും എന്നുള്ള ആ ഒരു പ്രീ ഡിസ്പൊസിഷൻ. ഓക്കെ, അങ്ങനെയുള്ളൊരു മുൻകരുതൽ, അതിൻ്റെ ഭാഗമായിട്ട് കുട്ടി എന്ത് ചെയ്യും? ഫുഡ് ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യും, വേണ്ടുന്ന അളവിലുള്ള ഫുഡ് പോലും എടുക്കാതെ വരും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അവൻ്റെ ഇൻറ്റേർണൽ ഓർഗാൻസിന്, അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ഇൻറ്റേർണൽ ഓർഗാൻസിന് ഒരുപാട് കേടുപാടുകൾ സംഭവിക്കാം. ഹാർട്ട് ബീറ്റിൽ പ്രശ്നങ്ങൾ വരാം, BP പ്രോബ്ലംസ് വരും, പൾസ് റേറ്റിൽ പ്രോബ്ലംസ് വരും, ബോഡി ടെമ്പറേച്ചറിൽ, ബ്രീത്തിങ് റേറ്റ്സിൽ, അതുപോലെ ഈവൻ മെൻസ്ട്രേഷൻ സൈക്കിൾ ശരിക്കും നടക്കാതെ വരും പെൺകുട്ടികളിൽ. പിന്നെ ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമാകാം. ഓക്കെ, വന്ധ്യത. പിന്നെ ബ്രിട്ടിൽ ഹെയർ ആൻഡ് നെയിൽസ് എന്ന് പറയുമ്പോൾ അത് പൊട്ടിപ്പോവുക, നെയിൽസും ഹെയറൊക്കെ പൊട്ടിപ്പോവുക, അതിന് വേണ്ടുന്ന പ്രോട്ടീൻസ് ഒന്നും കിട്ടാതെ. ആൻഡ് ഇറ്റ് ഈസ് ഫാറ്റൽ in about 1 out of every 10 cases usually attributed to cardiac arrest, electrolyte imbalance or suicide. ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് വരും. ഓക്കെ, നമ്മളെ സോഡിയം പൊട്ടാസ്യം കുറയുക, അതുപോലെ കാർഡിയക് അറസ്റ്റിനുള്ള സാധ്യതയുണ്ട്, സംടൈംസ് സൂയിസൈഡിലേക്ക് വരെ എത്താം. സോ അത്തരം ഒരു പ്രോബ്ലമാണ് അനോറക്സിയ. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക, അനോറക്സിയ എന്ന് പറയുമ്പോൾ റെഫ്യൂസൽ ടു ഈറ്റ് ആണ്, ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എന്നാൽ നെക്സ്റ്റ് വരുന്ന അസുഖം അല്ലെങ്കിൽ നെക്സ്റ്റ് വരുന്ന ഡിസോർഡർ എന്ന് പറയുന്നത് ബ്യൂലീമിയ ആണ്. ബ്യൂലീമിയ, ഗ്രോസ് ഓവർ ഈറ്റിംഗ്, അതായത് ബിഞ്ചിങ് എന്ന് പറയുന്നത്, ഗ്രോസ് ഓവർ ഈറ്റിംഗ് ഓർ ബിഞ്ചിങ് ആൻഡ് ദെൻ പേർജിങ്, ഗെറ്റിംഗ് റിഡ് ഓഫ് ദ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരുപാട് കഴിക്കും എന്നിട്ട് അതെല്ലാം ശുദ്ധീകരിക്കുക, അതായത് ആ കഴിച്ച സാധനങ്ങളെല്ലാം സ്റ്റൊമക്കിൽ നിന്നും ഏതെങ്കിലും വഴിയിലൂടെ പുറത്തേക്ക് പുറന്തള്ളുക, അതിനെയാണ് ബ്യൂലീമിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരുപാട് ഭക്ഷണം കഴിക്കും എന്നിട്ട് അതെല്ലാം പുറത്തേക്ക് തന്നെ കളയും.
ഓക്കെ, ഫീലിംഗ് ഡിസ്കസ്റ്റഡ് ആൻഡ് അഷെയിംഡ് ആഫ്റ്റർ ഓവർ ഈറ്റിംഗ്. അപ്പോൾ ഇത്തരം കുട്ടികൾ എന്ന് പറയുമ്പോൾ അവർ കുറേ ഭക്ഷണമൊക്കെ കഴിക്കും, പക്ഷെ അത് കഴിയുമ്പോൾ അവർക്ക് ആകെ ദേ ഫീൽ അഷെയിംഡ്, കുറേ കഴിച്ചുല്ലോ എന്ന് വിചാരിച്ച്, ആൻഡ് ദേ ട്രൈ ടു പ്രിവെൻറ്റ് വെയിറ്റ് ഗെയിൻ. അപ്പോൾ നേരത്തെ പറഞ്ഞ അനോറക്സിയ നെർവോസ എന്ന് പറഞ്ഞ കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നേ ഇല്ല. ഇവിടെ പക്ഷേ ഇവർ ഭക്ഷണമൊക്കെ കഴിച്ചു, അത് കഴിഞ്ഞാൽ അവർക്ക് ദേ ആർ ഓൾസോ കോൺഷ്യസ് അബൌട്ട് ദിയർ ബോഡി വെയിറ്റ്. ഓക്കെ, അപ്പോൾ അവർ ഒരുപാട് വെയിറ്റ് വെക്കാൻ പാടില്ല എന്നുള്ള ആ ഒരു ഇതിൻ്റെ പുറത്ത് അവരെന്ത് ചെയ്യും, ദി ഇൻഡ്യൂസിങ് വൊമിറ്റിംഗ് ഓർ യൂസിങ് ലാക്സേറ്റീവ്സ്, ഡയറ്റ് പിൽസ് ഓർ ഇനീമാസ്. സോ ഇവിടെ അവർ വൊമിറ്റിംഗ് അല്ലെങ്കിൽ ലാക്സേറ്റീവ്സ് യൂസ് ചെയ്തുകൊണ്ടോ അവർ കഴിച്ച ഭക്ഷണമെല്ലാം ശരീരത്തിൽ നിന്നും പുറന്തള്ളാൻ ശ്രമിക്കും. സ്റ്റൊമക് ആസിഡ്സ് ഫ്രം ക്രോണിക് വൊമിറ്റിംഗ് ക്യാൻ കോസ് ഡാമേജ് ടു ടൂത്ത് എനാമൽ, inflammation of the esophagus, swelling of salivary glands in the cheeks, and lower blood levels of potassium that can lead to dangerous abnormal heart rhythms. അപ്പോൾ ഇങ്ങനെ ഭക്ഷണം കഴിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വൊമിറ്റിംഗ്, ക്രോണിക് വൊമിറ്റിംഗ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കുട്ടികളുടെ ടൂത്ത് ഇനാമലെല്ലാം കേടുവരാനുള്ള സാധ്യത ഉണ്ട്. ഈസോഫാഗസ് ഇൻഫ്ലമേഷൻ സംഭവിക്കാം. ഓക്കെ, അത് സ്വെല്ല് ചെയ്യും. പിന്നെ സലൈവറി ഗ്ലാൻസ്, ചീക്സിലുള്ള സലൈവറി ഗ്ലാൻസ് സ്വെല്ല് ചെയ്യും എപ്പോഴും വൊമിറ്റ് ചെയ്യുന്നതിലൂടെ. പിന്നെ പൊട്ടാസ്യത്തിൻ്റെ ലോവർ ബ്ലഡ് ലെവൽസ് ഓഫ് പൊട്ടാസ്യത്തിൻ്റെ ലെവൽ കുറയും ബ്ലഡിൽ, അതും ഭയങ്കര ഡേഞ്ചറസ് ആണ്. അതുപോലെ ഹാർട്ട് റേറ്റിനുമൊക്കെ പ്രശ്നങ്ങൾ വരുത്തുന്ന ഒരു ഡിസോർഡറാണ് ബ്യൂളീമിയ എന്നുള്ളത്. സോ ദ ഫസ്റ്റ് വൺ ഇസ് അനോറക്സിയ, ദ സെക്കൻഡ് വൺ ഇസ് ബ്യൂളീമിയ. ഓക്കെ, ബ്യൂളീമിയ എന്ന് പറയുമ്പോൾ ഓവർ ഈറ്റിംഗ് ആൻഡ് ദെൻ പേർജിങ് മീൻസ് ഗെറ്റിംഗ് റിഡ് ഓഫ് ദ ഫുഡ്. കഴിച്ച ഭക്ഷണമൊക്കെ പിന്നെ പുറന്തള്ളുകയാണ് ചെയ്യുന്നത്. അനോറക്സിയ പറയുമ്പോൾ അവിടെ ഭക്ഷണം കഴിക്കുന്ന തന്നെ ഇല്ല. ഓക്കെ, നെക്സ്റ്റ് വൺ, ദ തേർഡ് വൺ ഇസ് ബിഞ്ച് ഈറ്റിംഗ് ഡിസോർഡർ, a condition in which a person may gorge rapidly on food but does not purge. ഇവിടെ കുട്ടി ഒരുപാട് ഭക്ഷണം കഴിക്കും, എന്നിട്ട് അത് പിന്നെ കളയാനൊന്നുമില്ല, പേർജിങ് ഒന്നും നടക്കുന്നില്ല, അതായത് അതിനെ ശുദ്ധീകരിക്കാനൊന്നും നോക്കുന്നില്ല, ഒരുപാട് ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്. The excess weight caused by binge eating puts the individual at risk heart disease, high blood pressure, high cholesterol and type 2 diabetes. സത്യത്തിൽ ഇവിടെ ഭക്ഷണം ഫുള്ളായിട്ട് കഴിച്ച കുട്ടികൾ അല്ലെങ്കിൽ വയറ് നിറഞ്ഞ കുട്ടികൾ പോലും പിന്നെയും കഴിക്കുന്ന ഒരു സ്വഭാവം, അതായത് ദേ കാൺ കൺട്രോൾ ദെയർ ഈറ്റിംഗ് ഹാബിറ്റ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു ബിഞ്ച് ഈറ്റിംഗ് ഡിസോർഡർ വരുന്നത്. അവർ ഭക്ഷണം കാണുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവർ കഴിച്ചുകൊണ്ടേയിരിക്കുക, വേണ്ടുന്ന സമയം മാത്രമല്ല ഇടയ്ക്കെല്ലാം ഒരുപാട് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ അവർക്ക് ദേ ആർ അൺഎബിൾ ടു കൺട്രോൾ ദെയർ ഈറ്റിംഗ് ഹാബിറ്റ്. അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ഒരു ഓവർ വെയിറ്റ് വരും. അതുപോലെ ഹാർട്ട് ഡിസീസസും ബ്ലഡ് പ്രഷർ കൂടാനും കൊളസ്ട്രോൾ കൂടാനും ടൈപ്പ് 2 ഡയബറ്റീസിനും എല്ലാം ഉള്ള സാധ്യതകളുണ്ട്. Overweight and obese adolescents are more likely to be bullied than their normal weight base. ഇന്ന് നമുക്കറിയാം ഈ ഒരു ടൈമിലുള്ള കുട്ടികൾ അഡോളസൻസ് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അവരുടെ പിയേഴ്സാണ്, സമപ്രായക്കാരാണ്. അപ്പോൾ സമപ്രായക്കാരുടെ ഇടയിൽ ഇത്തരം കുട്ടികൾ, അവർ ഓവർ വെയിറ്റ് വരുന്ന കുട്ടികളെ കളിയാക്കാനും അവരെ ഭീഷണിപ്പെടുത്താനുള്ള സാധ്യതകളും കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ടായിട്ട് പിന്നെ അവർ ഇമോഷണൽ പ്രോബ്ലംസിലേക്ക് എത്തും എന്നുള്ളതാണ്. സോ ഒബിസിറ്റി ഇൻ അഡോളസൻസ് ക്യാൻ ബി അട്രിബ്യൂട്ടഡ് ടു, ഇവിടെ അഡോളസൻ്റ് ഒബിസിറ്റി ആക്ച്വലി ആ ഒരു ബിഞ്ച് ഈറ്റിംഗ് ഡിസോർഡറിലൂടെ ഇത്തരം ഒരു ഒബിസിറ്റിയിലേക്ക് എത്താം. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ എന്ന് പറയുമ്പോൾ പുവർ ഈറ്റിംഗ് ഹാബിറ്റ്സ്, ഓക്കെ, ഫാസ്റ്റ് ഫുഡുകൾ ഒരുപാട് ഉപയോഗിക്കുന്നത്, ഓവർ ഈറ്റിംഗ് ഓർ ബിഞ്ചിങ്, ലാക്ക് ഓഫ് എക്സസൈസ്, വേണ്ടുന്ന രീതിയിലുള്ള എക്സസൈസ് എടുക്കായിക, ഫാമിലി ഹിസ്റ്ററി, ഓക്കെ, മെഡിക്കൽ ഇൽനെസ്, മെഡിക്കേഷൻസ്, ചില മെഡിസിൻസ് യൂസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒബിസിറ്റി വരാം, സ്ട്രെസ്ഫുൾ ലൈഫ് ഇവൻറ്റ്സ്, ജീവിതത്തിലെ ചില സ്ട്രെസ്ഫുൾ മൊമെൻറ്റ്സ്, പിന്നെ ഫാമിലി പിയർ പ്രോബ്ലംസ്, ലോ സെൽഫ് എസ്റ്റീം, ഇമോഷണൽ പ്രോബ്ലംസ്, ഡിപ്രഷൻ, ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഒബിസിറ്റി കുട്ടികളിൽ കാണും. Adolescents who are obese are likely to be obese as adults and are therefore more at risk for adult health problems such as heart disease, type 2 diabetes, stroke, several types of cancer and osteoarthritis. ഇപ്പോൾ ഈ അഡോളസൻസിൽ ഒബിസിറ്റി കാണുന്നത് അഡൾട്ടിൽ കാണുന്നത് പോലെ തന്നെ ഒരുപാട് റിസ്ക്കിയാണ്. ഹാർട്ട് അറ്റാക്കിനുള്ള ചാൻസും അതുപോലെ ടൈപ്പ് 2 ഡയബറ്റിസ്, സ്ട്രോക്ക് വരാനും ക്യാൻസറിനും ഓസ്റ്റിയോആർത്രൈറ്റിസ് ഇതിനെല്ലാം ഉള്ള സാധ്യതകളുണ്ട്. The next problem we are going to discuss is delinquency. Delinquency is a behavior violating social rules or conventions. അതായത് നമ്മളെല്ലാവരും സാമൂഹിക ജീവികളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ സമൂഹത്തിൻ്റേതായിട്ടുള്ള ചില നിയമങ്ങളും ചില ചിട്ടകളും നമ്മൾ പാലിക്കേണ്ടതാണ്. എന്നാൽ ഈ നിയമങ്ങളെല്ലാം വയലേറ്റ് ചെയ്തുകൊണ്ട്, അതെല്ലാം നിഷേധിച്ചു കൊണ്ടുള്ള ജീവിതം അല്ലെങ്കിൽ അത്തരം ഒരു ബിഹേവിയറിനെയാണ് നമ്മൾ ഡെലിൻക്വൻസി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. The term is often used to denote the misbehavior of children or adolescents. കുട്ടികൾ അല്ലെങ്കിൽ അതുപോലെ അഡോളസൻസ്. ഓക്കെ, കുട്ടികൾ, അഡോളസൻസ്, ഇവർ രണ്ടുപേരും കാണിക്കുന്ന ഇത്തരം ഒരു മിസ്ബിഹേവിയർ, സൊസൈറ്റിയിലുള്ള റൂൾസ്, അവർ നിയമങ്ങൾ പാലിക്കാതെ അതിനെ വയലേറ്റ് ചെയ്യുന്നതിന് യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് ഡെലിൻക്വൻസി എന്നുള്ളത്.
Delinquent describes something or someone who fails to accomplish that which is required by law, duty or contractual agreement. അപ്പോൾ ശരിക്കും നമ്മൾ എന്താണോ പാലിക്കേണ്ടത്, നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള നിയമങ്ങളും ചിട്ടകളും ഓക്കെ അതെല്ലാം ലംഘിക്കുന്നതിനെയാണ് നമ്മൾ ഡെലിക്വൻസി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. And what is juvenile delinquency? Juvenile delinquency is defined as a habitual committing of criminal acts or offences by a young person, especially one below the age at which the ordinary criminal prosecution is possible, usually 18 but as early as age 14 depending on the nature of the crime. Juvenile delinquency എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ കുട്ടികൾ, അതായത് 18 വയസ്സിന് മുൻപുള്ള കുട്ടികൾ, 14 വയസ്സിലും വരാം ഓക്കെ, 18 വയസ്സിന് മുൻപുള്ള കുട്ടികൾ കമ്മിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കുറ്റങ്ങളെയാണ് നമ്മൾ ജുവനൈൽ ഡെലിക്വൻസി എന്നുള്ളത് കൊണ്ട് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ ഹാബിച്വൽ കമ്മിറ്റിംഗ് ഓഫ് ക്രിമിനൽ ആക്ട്സ്. ഒന്നല്ല, ഒരുപാട് കുറ്റങ്ങൾ ചെയ്യുന്നതായിട്ട് നമുക്ക് ചില കുട്ടികളിലെല്ലാം അത്ര ഒരു പ്രവണത അല്ലെങ്കിൽ അത്ര ഒരു മനോഭാവം കാണാം. ഓക്കെ, യങ് പേഴ്സൺ അല്ലെങ്കിൽ സ്മോൾ ചിൽഡ്രൻ കമ്മിറ്റിംഗ് ക്രിമിനൽ ആക്ട്സ്. ഓക്കെ, ബിലോ ദ ഏജ്, ആ ഒരു ഏജ് ഓർത്ത് വെക്കണം, 18 വയസ്സിന് മുൻപുള്ള കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങളെയാണ് അല്ലെങ്കിൽ അത്തരം കുറ്റങ്ങളെയാണ് നമ്മൾ ജുവനൈൽ ഡെലിക്വൻസി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് റിസ്ക് ഫാക്ടേഴ്സ്, ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ജുവനൈൽ ഡെലിക്വൻസി, ഇത്തരം കുട്ടികളിൽ ഇത്തരം ഒരു കുറ്റമനോഭാവം അല്ലെങ്കിൽ ഇങ്ങനെ കൊലപാതകങ്ങളൊക്കെ ചെയ്യാനുള്ളൊരു മനോഭാവം ഉണ്ടാകുന്നതിന് ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ, അതിന് പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണ്? ലോ പാരൻ്റൽ ഇൻവോൾവ്മെൻറ്റ്, പാരൻസിൻ്റെ പൂർണ്ണമായിട്ടുള്ളൊരു പിന്തുണയില്ലായ്മ. ലോ പാരൻ്റൽ എഡ്യൂക്കേഷൻ ആൻഡ് ഇൻകം, പാരൻസിന് ശരിയായിട്ടുള്ള വിദ്യാഭ്യാസം ഇല്ലായ്മ അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്നത്ര ഒരു വരുമാനം ഇല്ലായ്മ. അപ്പോൾ വരുമാനം ഇല്ലാത്തത് കൊണ്ട് തന്നെ ജീവിക്കാൻ ഒരുപാട് പ്രശ്നങ്ങൾ കാരണം കുട്ടികൾ ഇത്തരം പ്രശ്നങ്ങളിലേക്ക് എത്താം. പാരൻ്റൽ സബ്സ്റ്റൻസ് അബ്യൂസ് ഓർ ക്രിമിനാലിറ്റി, ഇനി ക്രിമിനൽ പാരൻസ് വരുമ്പോൾ ഓക്കെ, ക്രിമിനൽ സ്വഭാവമുള്ള പാരൻസിനും അതുപോലെ സബ്സ്റ്റൻസ് അബ്യൂസ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന പാരൻസിനും വരുന്ന കുട്ടികളിൽ ഇങ്ങനെ ഒരു മനോഭാവം കാണാം. പുവർ മോണിറ്ററിങ് ആൻഡ് സൂപ്പർവിഷൻ ഓഫ് ചിൽഡ്രൻ, കുട്ടികൾക്ക് ശരിയായിട്ടുള്ള വഴി പറഞ്ഞു കൊടുക്കാതെ, മൂല്യങ്ങളെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും കൊടുക്കാതെ, അവർക്ക് പൂർണ്ണമായിട്ടുള്ളൊരു പിന്തുണ അല്ലെങ്കിൽ അവരെ പൂർണ്ണമായി മോണിറ്റർ ചെയ്യാത്ത സമയങ്ങളിലും ഇങ്ങനെ ഒരു പ്രശ്നം വരാം. പോവേർട്ടി മറ്റൊരു റീസണാണ്. ഓക്കെ, ഹൈ ലെവൽ ഓഫ് ട്രാൻസിയൻസി, then attention deficits, hyperactivity or learning disorders. ലേണിംഗ് ഡിസോർഡേഴ്സ് വരുന്ന കുട്ടികളിൽ ഇത്തരം ഒരു മനോഭാവം വരാം. അതുപോലെ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ അറ്റൻഷൻ ഡെഫിസിറ്റ്, ADHD എന്നുള്ളതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ADHD അല്ലെങ്കിൽ അറ്റൻഷൻ ഡെഫിസിറ്റ്, ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളിലും ഇങ്ങനെ ഒരു മനോഭാവം കാണാം. ദെൻ ഇൻവോൾവ്മെൻറ്റ് വിത്ത് ഗാങ്സ്, ഡ്രഗ്സ്, ആൽക്കഹോൾ, ടൊബാക്കോ, ഗ്യാങ്ങുകളിൽ ഫോം ചെയ്യുന്ന, ഗാങ്സിൽ ഉൾപ്പെടുന്ന കുട്ടികളിലും ഡ്രഗ്സ്, ആൽക്കഹോൾ, ടൊബാക്കോ എന്നീ സബ്സ്റ്റൻസ് അബ്യൂസിൽ വരുന്ന കുട്ടികളിലും ഈ ഒരു പ്രശ്നം കാണാം. ദെൻ ലോ IQ ഓർ പുവർ അക്കാഡമിക് പെർഫോമൻസ്, വളരെ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾ, അതായത് പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളിലും ഈ ഒരു മനോഭാവത്തിലേക്ക് എത്താം. ദെൻ പുവർ ബിഹേവിയറൽ കൺട്രോൾ, ഇമോഷണൽ ഡിസ്ട്രസ്, വളരെയധികം വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള കുട്ടികൾ, ബിഹേവിയർ കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്ത കുട്ടികൾ. ദെൻ അസോസിയേഷൻ വിത്ത് ഡെലിക്വൻറ്റ് പിയേഴ്സ്, ഇതേ സമാന സ്വഭാവമുള്ള കുട്ടികളുമായിട്ടുള്ള, അതായത് ജുവനൈൽ ഡെലിക്വൻസുമായിട്ടുള്ള ഒരു അവരുമായിട്ടുള്ള അസോസിയേഷനിലൂടെ ഇത്തരം ക്രൂര മനോഭാവങ്ങളുള്ള കുട്ടികളുമായിട്ടുള്ള ഒരു ചങ്ങാത്തത്തിലൂടെ കുട്ടികളിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവാം. ദെൻ ആൻറ്റി സോഷ്യൽ ബിലീഫ്സ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് ഓഫ് സോഷ്യൽ റിജക്ഷൻ, ആൻറ്റി സോഷ്യൽ ആയിട്ടുള്ള വിചാരങ്ങൾ സൊസൈറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ചിന്തിക്കുമ്പോൾ. എക്സ്പോഷർ ടു വയലൻസ് ആൻഡ് കോൺഫ്ലിക്റ്റ് ഇൻ ദ ഫാമിലി, ഫാമിലിയുടെ ഉള്ളിലുള്ള വിള്ളലുകൾ. ഹാർഷ്, ലാക്സ് ഓർ ഇൻകൺസിസ്റ്റൻറ്റ് ഡിസിപ്ലിനറി പ്രാക്ടീസസ്, എപ്പോഴും കുട്ടികൾ നല്ല ഡിസിപ്ലിനറി അറ്റ്മോസ്ഫിയറിലല്ലാതെ ഓക്കെ വളരെ ഇൻഡിസിപ്ലിൻഡ് ആയിട്ടുള്ള രീതിയിൽ ജീവിക്കുന്ന കുട്ടികളിലും ഇത്തരം ജുവനൈൽ ഡെലിക്വൻസി എന്നുള്ള പിന്നീട് വീണ്ടും വീണ്ടും കുറ്റങ്ങൾ ചെയ്യാനുള്ള ഒരു മനോഭാവം കാണാം. ഓക്കെ, ആൻഡ് നൗ വി ആർ ഡിസ്കസിങ് അബൌട്ട് ഗാങ്സ്. എന്താ ഗാങ്സ് എന്ന് പറയുന്നത്? അഡോളസൻസ് ആർ മോസ്റ്റ് ലൈക്ലി ഏജ് ഗ്രൂപ്പ് ടു ജോയിൻ ഗാങ്സ്. ഗാങ്സിൽ ഫോം ചെയ്യുന്ന ഒരു ഏജ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ അഡോളസൻസിലാണ് നമ്മളത് കാണുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ദ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് ഓഫ് ദ ബ്രെയിൻ, ബ്രെയിനിലെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് സ്റ്റിൽ ഡെവലപ്പിംഗ്. ഓക്കെ, അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ആൻഡ് സോ കൊഗ്നിറ്റീവ് സ്കിൽസ് ഇൻവോൾവിംഗ് ജഡ്ജ്മെൻറ്റ്, ഡിസിഷൻ മേക്കിംഗ്, പ്രോബ്ലം സോൾവിംഗ് ആൻഡ് ഹൈപ്പോത്തറ്റിക്കൽ തോട്ട് ആർ ലാസ്റ്റ് ടു ഡെവലപ്പ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രീഫ്രണ്ടൽ കോർട്ടെക്സിലുള്ള ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റ് നടക്കുന്നത് കൊണ്ട് തന്നെ അവരിൽ പൂർണ്ണമായിട്ടും ആ ഒരു ചിന്തകൾ, അതായത് ശരിയായിട്ടുള്ള ജഡ്ജ്മെൻറ്റ്, ഏത് രീതിയിലുള്ള
ഇത് വേണം ഞാൻ ചെയ്യാൻ, എന്താണ് ശരി എന്താണ് തെറ്റ് എന്നുള്ളതിനെ കുറിച്ചിട്ട് കുട്ടികൾക്ക് ശരിയായിട്ടുള്ള ഒരു അഭിപ്രായത്തിൽ എത്താൻ സാധിക്കാതെ വരാം. പ്രോബ്ലം സോൾവിങ് എബിലിറ്റി അവരിൽ ആ സമയത്ത് ഫുള്ളി അച്ചീവ് ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, അതിൻ്റെ ഭാഗമായിട്ടാണ് കുട്ടികൾ ഇത്തരം ഗ്യാങ്സിൽ ഫോം ചെയ്യുന്നത്. ദി ഓൾസോ സ്ട്രഗിൾ വിത്ത് ഐഡൻറ്റിറ്റി. അതേപോലെ അവർക്ക് ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് ഉണ്ട് ഈ ഒരു സമയത്ത്, അല്ലേ? താൻ കുട്ടിയല്ല, താൻ അതേപോലെ വലിയ മുതിർന്ന ആളുമല്ല. അപ്പോൾ അവൻ്റെ ഫാമിലിയിൽ തന്നെ പലപ്പോഴും അവൻ ഒറ്റപ്പെട്ടു പോകും. കുട്ടിയുടെ കൂട്ടത്തിലും പെടുന്നില്ല, മുതിർന്നവൻ്റെ കൂട്ടത്തിലും പെടാതെ വരുമ്പോൾ കുട്ടി അവൻ്റെ ഫാമിലിയിൽ തന്നെ ഒറ്റപ്പെട്ടു പോകും. ഓട്ടോമാറ്റിക്കായിട്ട് അവൻ ഇത്തരം ഗ്യാങ്സിൽ മെമ്പറാവും and want to be included by a social peer group. This can be especially true for minority teams. Gang membership can enhance prestige or status among friends. ഗാങ്സ് ഒക്കെ ആയിട്ട്, അതായത് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് കുട്ടികൾ ഒരുമിച്ച് അവരുടേതായിട്ടുള്ളൊരു മനോഭാവത്തിലൊക്കെ നടക്കുമ്പോൾ അവർക്കത് അവരുടേതായിട്ടുള്ള ഒരു സ്റ്റാറ്റസ് അല്ലെങ്കിൽ അവർക്കൊരു പ്രസ്റ്റീജിൻ്റെ ഒരു കാര്യമായിട്ടാണ് അവരത് എടുക്കുന്നത്. And adolescent is likely to have more freedom from parents and younger children. നമുക്കറിയാം, ചെറിയ കുട്ടികളെ അപേക്ഷിച്ച് മുതിർന്ന കുട്ടികളെ ഈ ഒരു 12 വയസ്സെന്നൊക്കെ പറയുമ്പോൾ അവനെ നമ്മൾ കുറച്ചുകൂടി ഫ്രീഡം അനുവദിക്കും. പുറത്തേക്ക് പോകാനും എല്ലാത്തിനുമുള്ള തനിച്ചുള്ള ഫ്രീഡം അവനെ അനുവദിക്കും. അപ്പോൾ ആ ഒരു ഫ്രീഡം എന്നുള്ളതും ഈ ഒരു ഗാങ്സ് ഫോം ചെയ്യുന്നതിനുള്ളൊരു ഭാഗമാവുന്നുണ്ട്. ഗാങ്സ് പ്രൊവൈഡ് അട്രാക്റ്റീവ് ഓപ്പർച്യൂണിറ്റീസ് സച്ച് ആസ് ചാൻസ് ഫോർ എക്സൈറ്റ്മെൻറ്റ് ആൻഡ് മേക്കിംഗ് മണി ഇൻ സെല്ലിംഗ് ഡ്രഗ്സ് ഓർ പ്രോസ്റ്റിറ്റ്യൂഷൻ. ഗാങ്സിൽ വരുന്ന കുട്ടികളെന്ന് പറയുമ്പോൾ അവർക്ക് അവരുടെ ഫാമിലിയിൽ കിട്ടാത്ത പല ഓപ്പർച്യൂണിറ്റീസും അവർക്ക് അവരുടെ കിട്ടും. ഒരുപാട് എക്സൈറ്റ്മെൻറ്റിനുള്ള, ചിലപ്പോൾ ഈ പറഞ്ഞ സബ്സ്റ്റൻസ് അബ്യൂസ്, ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഈ രീതിയിലുള്ള ഡ്രഗ്സ് അല്ലെങ്കിൽ ആൽക്കഹോൾസ് ഒന്നും ഉപയോഗിക്കാനുള്ള ഒരു അവസരം അവർക്ക് പലപ്പോഴും ഗ്യാങ്സിൽ നിന്നാണ് കിട്ടുന്നത്. അതേപോലെ ചെറുതായിട്ട് ഓരോ കാര്യങ്ങൾ ഈ ഡ്രഗ്സ് അല്ലെങ്കിൽ മറ്റു മാർഗങ്ങളിലൂടെ, ഇല്ലീഗലായിട്ടുള്ള മറ്റു വഴികളിലൂടെ പണം സമ്പാദിക്കാനുള്ള ഒരു സമയമായിട്ടും അല്ലെങ്കിൽ ഈ ഗ്യാങ്സ് അവർ ഉപയോഗിക്കാറുണ്ട്. Okay, and the next major problem is loneliness, ekantata. Isolation can have a serious detrimental effect of one's mental and physical health. നമുക്കറിയാലോ, തനിച്ചാകുക, നമ്മൾ ജീവിതത്തിൽ തനിച്ചാകുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്കത് ഒരുപാട് പ്രശ്നങ്ങൾ വരും. മെൻ്റലി ഫിസിക്കലി നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് വരും. അപ്പോൾ ഈ ഭാഗത്തുള്ള കുട്ടികൾ അല്ലെങ്കിൽ ഈ വിഭാഗം കുട്ടികളിൽ ഈ പറഞ്ഞ ഒരു ലോൺലിനെസ്സിനുള്ള ഒരു സാധ്യത കൂടുതലാണ്. താൻ കുട്ടികളുടെ ഗ്രൂപ്പിലും പെടുന്നില്ല, എന്നാൽ മുതിർന്നവരുടെ ഗ്രൂപ്പിലും പെടാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും കുട്ടികൾ ഏകാന്തരായിട്ടിരിക്കും. ഓക്കെ, തനിച്ചിരിക്കുന്നത് കാണാം. അപ്പോൾ ദേ ഫീൽസ് ഡ്രെയിനിങ്, ഡിസ്ട്രാക്റ്റിംഗ് ആൻഡ് അപ്സെറ്റിംഗ്. അപ്പോൾ അവർ പലപ്പോഴും വളരെയധികം ഡിസ്ട്രാക്റ്റഡായും അല്ലെങ്കിൽ വളരെ അപ്സെറ്റായിട്ട് നമുക്ക് കാണാം. നൗ അനദർ സം ഹെൽത്ത് പ്രോബ്ലംസ്. ഇനി മറ്റ് ഹെൽത്ത് പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഏർലി ആൻഡ് അൺപ്ലാൻഡ് അഡോളസെന്റ് പ്രഗ്നൻസീസ് are highly prone for adverse pregnancy outcomes. അപ്പോൾ അഡോളസെന്റ് പ്രഗ്നൻസീസ് ഇന്ന് ഒരുപാട് കൂടുന്ന ഒരു കാര്യമാണെന്നുള്ളത് നമുക്കറിയാം. കാരണം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതുപോലെ അഡോളസൻസ് എന്ന് പറയുമ്പോൾ അവരിൽ ഒരുപാട് ഫിസിക്കൽ ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പോൾ അവർ തന്നെ അറിയാതെ അവരിൽ സഡൻ ആയിട്ട് പെട്ടെന്ന് ഒരുപാട് ചേഞ്ചസ് വരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ദേ ട്രൈ ടു എക്സ്പെരിമെൻറ്റ് ഓൺ സംതിങ്, അല്ലേ? അപ്പോൾ അത്തരം എക്സ്പെരിമെൻറ്റേഷൻ്റെ ഭാഗമായിട്ടും അതുപോലെ ഈ ഒരു പിയർ ഗ്രൂപ്പിൻ്റെ ഇൻഫ്ലുവൻസ് ആയിട്ട് തന്നെ കുട്ടികളിൽ പലപ്പോഴും ഒരുപാട് പ്രോബ്ലംസിലേക്ക് എത്തുന്നതായിട്ട് നമ്മൾ കാണാം. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അഡോളസെന്റ് പ്രഗ്നൻസീസും ഇന്ന് നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാടുണ്ട്. അഡോളസൻസ് ഹാവ് ഡൈവേഴ്സ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് പ്രോബ്ലംസ്. അപ്പോൾ ഇവരിൽ ഒരുപാട് പ്രോബ്ലംസ് വരാം, സെക്ഷൽ പ്രോബ്ലംസ് ആൻഡ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് പ്രോബ്ലംസ്. അൺവാണ്ടഡ് പ്രഗ്നൻസി ആൻഡ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്, അതിനാണ് STDs എന്ന് പറയുക, സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്. This is as much a problem for the male adolescent as it is for the female, but generally the girls stand a greater risk for this. അപ്പോൾ ഈ STDs അല്ലെങ്കിൽ അൺവാണ്ടഡ് പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ അത് മെയിൽ അഡോളസൻസിനെ ബാധിക്കുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഫീമെയിൽസിനാണ് അല്ലെങ്കിൽ ഗേൾസിനാണ് കൂടുതൽ റിസ്ക് വരുന്നത് ഡ്യൂ ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് ഫോളോയിങ് അഡോളസൻസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതുപോലെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, അല്ലേ? ജെനിറ്റാലിയ, അതായത് റീപ്രൊഡക്റ്റീവ് ഓർഗാൻസിൻ്റെ മെച്ചുറേഷനൊക്കെ നടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ദ ടീൻസ് ഫീൽ എ ഗ്രേറ്റ് പുഷ് ടു എക്സ്പ്ലോർ ആൻഡ് എക്സ്പെരിമെൻറ്റ് വിത്ത് ദിയർ ബോഡീസ്. സോ ദേ ആർ ട്രൈയിങ് ടു എക്സ്പ്ലോർ, അവർക്ക് അറിയാത്ത കാര്യങ്ങൾ കണ്ടെത്താനും എക്സ്പെരിമെൻറ്റ് ചെയ്യാനും അവർ ശ്രമിക്കുകയാണ്. ആൻഡ് ടീൻസ് ഓഫൺ ഈക്വേറ്റ് ഇൻറ്റിമസി വിത്ത് സെക്സ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇൻറ്റിമസി എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ടുള്ള ഇൻറ്റിമസി എന്ന് പറയുമ്പോൾ ദേ ഈക്വേറ്റ് ഇറ്റ് വിത്ത് സെക്സ്. And most sexually active adolescents are not fully informed about contraception, pregnancy and sexually transmitted diseases including human immunodeficiency virus, that is HIV infection. അപ്പോൾ ഇത്തരം കുട്ടികളിൽ ഈ കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ബോധ്യമൊന്നുമില്ല. കോൺട്രാസെപ്ഷൻ, പ്രഗ്നൻസി, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്, HIV എന്നതിനെക്കുറിച്ചൊന്നും അവർ ആലോചിക്കാതെ പലപ്പോഴും പല അബദ്ധങ്ങളിലും ചെന്നപ്പെടും. ആസ് എ റിസൾട്ട് മെനി ഫോൾ വിക്ടിംസ് ഓഫ് അൺവാണ്ടഡ് പ്രഗ്നൻസീസ് ആസ് വെൽ ആസ് STDs. അതിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും അൺവാണ്ടഡ് പ്രഗ്നൻസീസ് അതുപോലെ മറ്റ് സെക്ഷൽ ഡിസീസസ്, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസിലേക്ക് അവരെത്തിച്ചേരും. ബിക്കോസ് അഡോളസൻസ് ഈസ് എ ട്രാൻസിഷണൽ സ്റ്റേജ് ഇൻ ലൈഫ്. Pregnancy can add a significant emotional stress.
അപ്പോൾ ഇത്തരം അസുഖങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇത്തരം ഒരു അവസരങ്ങളിലേക്ക് എത്തിച്ചേരുന്ന കുട്ടികളിൽ പിന്നീട് ഒരുപാട് ഇമോഷണൽ പ്രോബ്ലംസ് ഉണ്ടാവും. കാരണം ഇതൊരു ട്രാൻസിഷണൽ സ്റ്റേജാണ്. ഈ ഒരു സമയത്ത് അവർ അറിയാതെയാണ് അവർ പലപ്പോഴും പലതും ചെയ്ത് ഇത്തരം അബദ്ധങ്ങളിലെത്തുന്നത്. പിന്നീട് അവരുടെ ജീവിതത്തിനെ അത് ഒരുപാട് ബാധിക്കാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ പ്രഗ്നൻറ്റ് ടീൻസ് എന്ന് പറയുമ്പോൾ ഈ ചെറിയ കുട്ടികൾ ഈ ഒരു ഏജിൽ പ്രഗ്നൻ്റ് ആവുക എന്ന് പറയുമ്പോൾ അവരും അതുപോലെ തന്നെ ദെയർ അൺബോൺ ബേബീസ് ഹാവ് യുണീക്ക് മെഡിക്കൽ റിസ്ക്, സോ ആർ കൺസിഡർഡ് ഹൈ റിസ്ക് പ്രഗ്നൻസീസ് ആയിരിക്കും അല്ലേ. ഈ സമയത്തുള്ള കുട്ടികളിൽ ഈ ഒരു അൺവാണ്ടഡ് പ്രഗ്നൻസീസ് എന്ന് പറയുമ്പോൾ ദേ ആർ ഹൈ റിസ്ക് പ്രഗ്നൻസീസ്. കാരണം അവർക്ക് വേണ്ടുന്നത്ര പ്രീനാറ്റൽ കെയർ കിട്ടുന്നില്ല, അവർക്ക് വേണ്ടുന്നത്ര ആ ഒരു ശുശ്രൂഷയൊന്നും കിട്ടുന്നില്ല അല്ലേ. കാരണം അവരുടെ അബദ്ധത്തിൽ ചെന്ന് ചാടിയതാണ്. ആൻഡ് ഹയർ റിസ്ക് ഓഫ് പ്രഗ്നൻസി ഇൻക്ലൂഡഡ് ഹൈപ്പർ ടെൻഷൻ ആൻഡ് പ്രീ എക്ലാംസിയ, that is dangerous medical condition combining high blood pressure with excess protein in the urine cause swelling and organ damage. അപ്പോൾ ഈ ഒരു ഹൈ റിസ്ക് പ്രഗ്നൻസീസ് തന്നെയാണ് ഇവിടെ ഉണ്ടാകുന്നത്. അതിനോടൊപ്പം ഹൈപ്പർ ടെൻഷൻ, പ്രീ എക്ലാംസിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ബ്ലഡ് പ്രഷറും കൂടാണ്, യൂറിനിലുള്ള പ്രോട്ടീൻ്റെ എക്സസും. അതോടുകൂടി അവരിൽ ഓർഗൻ ഡാമേജ് വരെ സംഭവിക്കാം. പിന്നീട് വരുന്നത് ഹൈ റിസ്ക് ഓഫ് സിസേറിയൻ സെക്ഷൻ ഡെലിവറി സിൻസ് പെൽവിക് ബോൺസ് ഡു നോട്ട് റീച്ച് ദ മാക്സിമം സൈസ് അൺടിൽ അബൌട്ട് ദ ഏജ് ഓഫ് 18 ആൻഡ് വജൈനൽ ഡെലിവറി ഈസ് നോട്ട് പോസിബിൾ. 18 വയസ്സൊക്കെ ആകുമ്പോഴേക്കാണ് ഈ ഒരു റീപ്രൊഡക്റ്റീവ് ഓർഗാൻസ് അതിൻ്റേതായിട്ടുള്ളൊരു മെച്ചുറേഷനിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ പെൽവിക് ബോൺസ് വേണ്ടുന്ന ആ രീതിയിലുള്ള അത് മെച്ചുവേർഡ് ആയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് നോർമൽ ഡെലിവറി പോസിബിൾ അല്ലാതെ വരുമ്പോൾ അവരിൽ ഹൈ റിസ്ക് സിസേറിയൻ ഡെലിവറി പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ബേബീസ് ഓഫ് ടീൻ മദേഴ്സ് ഹാവ് എ ഹയർ മോർട്ടാലിറ്റി റേറ്റ് ഇൻ ദ ഫസ്റ്റ് ഇയർ ഓഫ് ലൈഫ്. അതുപോലെ മോർട്ടാലിറ്റി റേറ്റ് കൂടാനും സാധ്യതകളുണ്ട്, മരണം വരെ സംഭവിക്കുന്നു. ഹയർ റേറ്റ് ഓഫ് പ്രിമച്യൂർ ബേർഡ്സ് ആൻഡ് ലോ ബർത്ത് വെയ്റ്റ് ബേബീസ് അണ്ടർ 5.5 pounds, ഇൻക്രീസിങ് റിസ്ക് ഓഫ് ഡൈജസ്റ്റീവ്, റെസ്പിറേറ്ററി, വിഷൻ, കോഗ്നിറ്റീവ് ആൻഡ് അതർ പ്രോബ്ലംസ്. മറ്റ് ഒരുപാട് പ്രോബ്ലംസ് പ്രിമച്യൂർ മുന്നേ തന്നെ കുട്ടികൾ ജനിച്ചു വീഴുമ്പോൾ അത്തരം കുട്ടികളിൽ ലോവർ വെയ്റ്റ് ബേബീസ് ആയിരിക്കും. അവരിൽ ഡൈജസ്റ്റീവ് പ്രോബ്ലംസ്, റെസ്പിറേറ്ററി പ്രോബ്ലംസ്, കോഗ്നിറ്റീവ് പ്രോബ്ലംസ്, ഒരുപാട് പ്രോബ്ലംസോട് കൂടിയായിരിക്കും ഇത്തരം കുഞ്ഞുങ്ങൾ ജനിച്ചു വീഴുന്നത്. മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസ് ആർ വൺ ഓഫ് ദ മോസ്റ്റ് നെഗ്ലക്റ്റഡ് ഇഷ്യൂസ് അമംഗ് അഡോളസൻസ്. ഈ കുട്ടികളിൽ അഡോളസൻസിൽ കാണുന്ന മറ്റൊരു വലിയ പ്രോബ്ലം, എന്നാൽ ആരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന പ്രോബ്ലംസ് എന്ന് പറയുന്നത് അവരുടെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസ്. ന്യൂട്രീഷണൽ പ്രോബ്ലംസ്. ന്യൂട്രീഷണൽ റിക്വയർമെൻറ്റ് ആർ ഹയർ എമംഗ് അഡോളസൻസ് ദാൻ എനി അതർ പീരീഡ് ഓഫ് ലൈഫ്. ശരിക്കും അവർക്ക് ഏറ്റവും കൂടുതൽ പോഷകാഹാരങ്ങൾ അല്ലെങ്കിൽ അവർക്ക് നൽകേണ്ടതായിട്ടുള്ള ഒരു സമയമാണ് അഡോളസൻസ്. അപ്പോൾ വേണ്ടുന്നത്ര ന്യൂട്രീഷൻ കിട്ടാതെ വരുമ്പോഴും അവരിൽ ഒരുപാട് പ്രോബ്ലംസ് വരുന്നുണ്ട്. പിന്നീട് വരുന്ന പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ റോഡ് ട്രാഫിക് ഇഞ്ചുറീസ് എമർജ് ആസ് എ ലീഡിങ് കോസ് ഓഫ് ഡെത്ത് അമംഗ് അഡോളസൻസ്. ഈ ഒരു സമയത്ത് കുട്ടികൾ വണ്ടികളെല്ലാം എടുത്ത് വെഹിക്കിൾസൊക്കെ യൂസ് ചെയ്തുകൊണ്ട് പല സാഹസികമായിട്ടുള്ള യാത്രകൾക്കും ഇറങ്ങിത്തിരിക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് റോഡ് ആക്സിഡൻസും നടക്കുന്നതായിട്ട് കാണാറുണ്ട്. ആൻഡ് ദ നെക്സ്റ്റ് മേജർ പ്രോബ്ലം വി ക്യാൻ സീ ഇൻ ദ സൊസൈറ്റി അറ്റ് പ്രസൻറ്റ് ഇസ് സൈബർ ക്രൈം. ഏറ്റവും കൂടുതൽ ഇന്ന് നമ്മൾ കാണുന്ന പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ സൈബർ ക്രൈമാണ്. എന്താണ് സൈബർ ക്രൈം? Cyber crime is defined as a crime in which the computer is the object of the crime. Hacking, phishing, spamming, or is used as a tool to commit an offense. Child pornography, hate crimes, etc. സൈബർ ക്രൈം എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന കുറ്റങ്ങളാണ്. നിങ്ങൾക്കറിയാം, ഹാക്കിംഗ് അല്ലെ, മറ്റൊരാളുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്തുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഫിഷിംഗ് എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകളിലേക്ക് മെയിൽ മെസ്സേജസ് ഒക്കെ അയച്ചുകൊണ്ട് അതായത് വെറുതെ മെസ്സേജസ് അയച്ചുകൊണ്ട് അത്തരം ഫിഷിംഗ് നടക്കുന്നുണ്ട്. സ്പാമിംഗ് എന്ന് പറയുമ്പോഴും അൺനോൺ ആയിട്ടുള്ള ആളുകളിൽ നിന്നും മെസ്സേജസ് എല്ലാം ലഭിക്കുന്നത് നമ്മൾ സ്പാമിംഗ് എന്ന് പറയും. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൂടെ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് ഒരുപാട് കുറ്റങ്ങൾ ആളുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഇന്ന് ഇൻക്ലൂഡ് ആവുന്നത് അഡോളസൻസ് തന്നെയാണ്. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ടൂൾ ടു കമ്മിറ്റ് ആൻ ഓഫൻസ്. പലപ്പോഴും ചൈൽഡ് പോർണോഗ്രഫി, അതുപോലെ ഹെയ്റ്റ് ക്രൈംസ്, അത്തരം രീതിയിലേക്കെല്ലാം എത്തിച്ചേരുന്നു ഈ ഒരു കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട്. സൈബർ ക്രിമിനൽസ് മേ യൂസ് കമ്പ്യൂട്ടർ ടെക്നോളജി ടു ആക്സസ് പേഴ്സണൽ ഇൻഫർമേഷൻ. മറ്റൊരാളുടെ ഇൻഫർമേഷൻ നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതെടുക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും സൈബർ ക്രിമിനൽസ് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ബിസിനസ് ട്രേഡ് സീക്രറ്റ്സ് ഓർ യൂസ് ദ ഇൻ്റർനെറ്റ് ഫോർ എക്സ്പ്ലോയിറ്റീവ് ഓർ മെലീഷ്യസ് പർപ്പസസ്. മറ്റു ഹാനികരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റൊരാളെ തകർക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. സൈബർ ക്രൈംസ് ആർ എനി ക്രൈംസ് ദാറ്റ് ഇൻവോൾവ് എ കമ്പ്യൂട്ടർ ആൻഡ് എ നെറ്റ്വർക്ക്. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന കുറ്റങ്ങളെയാണ് നമ്മൾ സൈബർ ക്രൈംസ് എന്ന് പറയുന്നത്. ഇൻ സം കേസസ് കമ്പ്യൂട്ടർ മേ ഹാവ് ബീൻ യൂസ്ഡ് ഇൻ ഓർഡർ ടു കമ്മിറ്റ് ദ ക്രൈം.
ആൻഡ് ഇൻ അതർ കേസസ് ദ കമ്പ്യൂട്ടർ മേ ഹാവ് ബീൻ ദ ടാർഗറ്റ് ഓഫ് ദ ക്രൈം. ചിലപ്പോൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ കമ്പ്യൂട്ടർ ടാർഗറ്റ് ചെയ്തുകൊണ്ടായിരിക്കാം ഇത്തരം ക്രൈംസിൽ ഏർപ്പെടുന്നത്. ഇൻ്റർനെറ്റ് അഡിക്ഷൻ എന്ന് പറയുന്നതും ഇത്തരത്തിൽ വരുന്ന ഒരു പ്രോബ്ലം തന്നെയാണ്. ഇൻ്റർനെറ്റ് അഡിക്ഷൻ, ഓൾസോ നോൺ ആസ് കമ്പ്യൂട്ടർ അഡിക്ഷൻ, ഓൺലൈൻ അഡിക്ഷൻ ഓർ ഇൻ്റർനെറ്റ് അഡിക്ഷൻ ഡിസോർഡർ എന്ന് പറയും. IAD എന്നുള്ളത് ഓർത്ത് വയ്ക്കണം, ഇൻ്റർനെറ്റ് അഡിക്ഷൻ ഡിസോർഡർ. അത് 5 രീതിയിൽ നമുക്കിവിടെ കാണാം. സൈബർ സെക്സ് അഡിക്ഷൻ, സൈബർ റിലേഷൻഷിപ്പ് അഡിക്ഷൻ, നെറ്റ് കമ്പൾഷൻ, കമ്പ്യൂട്ടർ അഡിക്ഷൻ, ഇൻഫർമേഷൻ ഓവർലോഡ്. സൈബർ സെക്സ് അഡിക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ ശരിക്കും ഇൻ്റർനെറ്റ് യൂസ് ചെയ്തുകൊണ്ട് കുട്ടികൾ അശ്ലീലമായിട്ടുള്ള വീഡിയോസ് എല്ലാം വാച്ച് ചെയ്യാം. ഓക്കെ, that is compulsive use of internet pornography, repeated use of internet pornography, adult chat rooms, fantasy sex. ഇതൊക്കെയാണ് സൈബർ സെക്സിൽ വരുന്നത്. സൈബർ റിലേഷൻഷിപ്പ് അഡിക്ഷൻ എന്ന് പറയുമ്പോൾ സോഷ്യൽ നെറ്റ്വർക്കിംഗ്, ചാറ്റ് റൂംസ്, ടെക്സ്റ്റിംഗ്, മെസ്സേജിങ്, സോഷ്യൽ മീഡിയ വഴി അവർ റിലേഷൻഷിപ്സ് എങ്ങനെ ബിൽഡപ്പ് ചെയ്യാം. നെറ്റ് കമ്പൽഷൻ സച്ച് ആസ് കമ്പൽസീവ് ഓൺലൈൻ ഗെയിമിംഗ്, ഗാംബ്ലിംഗ്, സ്റ്റോക്ക് ട്രേഡിംഗ്, യൂസ് ഓഫ് ഓൺലൈൻ ഓപ്ഷൻ സൈറ്റ്സ്. ഓൺലൈനിൽ ഒരുപാട് ഗെയിംസ് കളിച്ചുകൊണ്ട്, ഇന്ന് നമുക്കറിയാമല്ലോ ഒരുപാട് പ്രോബ്ലംസ് വരുന്ന ഈ നെറ്റ് കമ്പൽഷൻസ് വഴിയാണ്. ഓൺലൈൻ ഗെയിംസ് കളിച്ച് പണം സമ്പാദിക്കാം എന്നുള്ള രീതിയിൽ, ഓക്കെ, പണം സമ്പാദിക്കാനുള്ള പുതിയ പുതിയ മാർഗ്ഗങ്ങൾ അവർ തേടിയെടുക്കുകയാണ്. ദെൻ കമ്പ്യൂട്ടർ അഡിക്ഷൻ എന്ന് പറയുമ്പോൾ ഒബ്സസീവ് പ്ലേയിങ് ഓഫ് ഓഫ്ലൈൻ കമ്പ്യൂട്ടർ ഗെയിംസ്, ഒബ്സസീവ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്. ഏത് നേരം കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരുന്നു കൊണ്ട് ഉള്ള കുട്ടികളുണ്ട്, കമ്പ്യൂട്ടർ അഡിക്റ്റഡ് അഡോളസെൻസ്. അപ്പോൾ അവർക്ക് എപ്പോഴും കമ്പ്യൂട്ടർ ഗെയിംസ് കളിച്ചുകൊണ്ട് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ചെയ്തുകൊണ്ട് നടക്കുന്ന കുട്ടികൾ. ദെൻ ഇൻഫർമേഷൻ ഓവർലോഡ് ഇസ് വൺ അനദർ പ്രോബ്ലം. കമ്പൽസീവ് വെബ് സർഫിംഗ് ഓർ ഡാറ്റാബേസ് സെർച്ചിങ്. ഒരു കാര്യം അറിയാൻ വേണ്ടി അവർ ഒരുപാട് സൈറ്റിൽ പോയിട്ട് ഇങ്ങനെ വായിച്ചു നോക്കിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ ഒരുപാട് ഇൻഫർമേഷൻ കിട്ടും. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാകും. കുട്ടികൾ ആകെ ഡിസ്റ്റർബ്ഡ് ആകും. ഒരു ചെറിയ പീസ് ഓഫ് ഇൻഫർമേഷന് വേണ്ടി അവർ ഒരുപാട് സൈറ്റുകളിൽ പോയി അവർക്ക് ഒരു ലോഡ് ഓഫ് ഇൻഫർമേഷനാണ് അവർക്ക് കിട്ടുന്നത്. ഓക്കെ, അതിൻ്റെ ഭാഗമായിട്ട് കുട്ടികളിൽ ഒരുപാട് ഇമോഷണൽ പ്രോബ്ലംസ് ഉണ്ടാകും. So, spending a lot of time online or on the computer is defined as an impulse control program. ശരിക്കും ഇത്തരം ഓൺലൈനിൽ കുട്ടികൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നതിന് നമ്മൾ ഇമ്പൾസ് കൺട്രോൾ പ്രോബ്ലം എന്നാണ് പറയുന്നത്. ആൻഡ് വെൻ ഇറ്റ് അബ്സോർബ്സ് ടു മച്ച് ഓഫ് യുവർ ടൈം, കോസിങ് യു ടു നിഗ്ലക്ട് യുവർ റിലേഷൻഷിപ്പ്, യുവർ വർക്ക്, സ്കൂൾ ഓർ അതർ ഇമ്പോർട്ടൻറ്റ് തിങ്സ് ഇൻ യുവർ ലൈഫ്. അപ്പോൾ ആ സമയം നമ്മൾ കൂടുതൽ സമയം ഈ ഒരു നെറ്റിലേക്കും കമ്പ്യൂട്ടറിലേക്കും മാറുകയാണ്. നമ്മളെ റിലേഷൻഷിപ്സ്, നമ്മളെ ഫാമിലി മെമ്പേഴ്സുമായിട്ടുള്ള ആ ഒരു ബോണ്ടിങ് ഇല്ലാതെ അതിനെ മാറ്റി വെച്ചുകൊണ്ട് നമ്മളുടെ വർക്ക്സ് നമ്മൾ മറന്നുകൊണ്ട്, സ്കൂളിലേക്കുള്ള റെസ്പോൺസിബിലിറ്റീസ് മറന്നുകൊണ്ട് പലപ്പോഴും ഇതിലേക്ക് അഡിക്റ്റഡ് ആയിട്ട് വരുന്ന ഒരു സ്വഭാവമാണ് ഇത്തരം കുട്ടികളിൽ നമ്മൾക്ക് കാണുന്നത്. People become addicted to the internet to relieve unpleasant and overwhelming feelings. Risk factors for internet or computer addiction include, ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇങ്ങനെ ഒരു ഇതിലേക്ക് എത്തുന്നത് പാരൻസ് കൂടുതൽ ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ പാരൻസിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ്, അവർക്ക് സപ്പോർട്ട് കിട്ടാതെ വരുമ്പോഴാണ് കൂടുതലായിട്ടും കുട്ടികൾ ഈ കമ്പ്യൂട്ടേഴ്സിലേക്ക് മാത്രമായിട്ട് അഡിക്റ്റഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ ആ സിസ്റ്റത്തിലേക്ക് മാത്രമായിട്ട് ഫോക്കസ് ചെയ്ത് വരുന്നു, അവരുടെ ഫീലിങ്സിൽ കുറച്ച് റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതിൻ്റെ ഭാഗമായിട്ട് കുട്ടികളിൽ ഒരുപാട് പ്രോബ്ലംസ് വരുന്നു. ആങ്സൈറ്റി പ്രോബ്ലംസ്, ഡിപ്രഷൻ, പിന്നെ യു ഹാവ് ഡ്രഗ്സ് യൂസ്, ഓക്കെ, ഗാംബ്ലിങ്സ്, ദെൻ സെക്ഷുവൽ മാലഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലംസ്. പിന്നെ അതുപോലെ സോഷ്യൽ സപ്പോർട്ട് കംപ്ലീറ്റ്ലി അവർക്ക് ഇല്ലാതാവുന്നു. അവർ ഫുള്ളി ഒരു അൺഹാപ്പി ടീനേജറായിട്ട് മാറുന്നു. അതായത് അവരുടേതായിട്ടുള്ള ഗ്രൂപ്പ്സുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷനും ഇല്ല, ഫാമിലി ആയിട്ടുള്ള ഇൻട്രാക്ഷൻ ഇല്ലാതെ അവർ സോഷ്യലി ആക്റ്റീവ് അല്ലാതായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് കൂടുതൽ സ്ട്രെസ്ഡ് ആയിട്ട് മാറുന്നു. Now, internet or computer addiction can also cause physical discomfort such as carpal tunnel syndrome, pain with numbness in hands and wrist. കൂടുതൽ സമയം ഈ കമ്പ്യൂട്ടർ യൂസ് ചെയ്തിരിക്കുന്ന കുട്ടികളിൽ ഈ പറഞ്ഞ ഫിസിക്കൽ ഡിസ്കംഫോർട്ട്, ഫിസിക്കൽ പ്രോബ്ലംസ് ഉണ്ടാവും. അതിൽ ഒരു എക്സാമ്പിളാണ് കാർപ്പൽ ടണൽ സിൻഡ്രം എന്ന് പറയുന്നത്. അതായത് നംനെസ് ഇൻ ഹാൻഡ്സ് ആൻഡ് റിസ്റ്റ്. ഇങ്ങനെ ചെയ്ത് ഒരു മരവിപ്പാണ്, ഹാൻഡ്സിലും കൈയിനും റിസ്റ്റിനും ഒക്കെ ഒരു മരവിപ്പ്. അതുപോലെ ഡ്രൈ ഐസ്, സ്ട്രെയിൻഡ് വിഷൻ, കണ്ണിന് പ്രോബ്ലംസ്. ദെൻ ബാക്ക് ഓർ നെക്ക് ഏക്സ്, കഴുത്തിനൊക്കെ പ്രോബ്ലംസ് വരും. സിവിയർ ഹെഡ് ഏക്സ് വരും. സ്ലീപ്പ് ഡിസ്റ്റർബൻസസ്, ഓക്കെ, പ്രൊണൗൺസ്ഡ് വെയിറ്റ് ഗെയിൻ അല്ലെങ്കിൽ വെയിറ്റ് ലോസ്, ഇത്തരം പ്രോബ്ലംസ് എല്ലാം വരും. ആൻഡ് നെക്സ്റ്റ് വി ഹാവ് ഓൾറെഡി ടോക്ഡ് അബൌട്ട് ഇൻഫർമേഷൻ ഓവർലോഡ്. എന്താണ് ഇൻഫർമേഷൻ ഓവർലോഡ് എന്നുള്ളതാണ് നമ്മളിനി കാണുന്നത്. ഇൻഫർമേഷൻ ഓവർലോഡ് യൂഷ്വലി ക്യാരക്ടറൈസ്ഡ് ബൈ ആൻ ഓവർ അബണ്ടൻസ് ഓഫ് ഇൻഫർമേഷൻ ഇസ് എ മേജർ കോസ് ഓഫ് കൺസേൺ ഫോർ ജനറൽ ഇൻഫർമേഷൻ യൂസേഴ്സ്, റിസർച്ചേഴ്സ് ആൻഡ് ഇൻഫർമേഷൻ മാനേജേഴ്സ്. ഇൻഫർമേഷൻ ഓവർലോഡ് എന്നുള്ളത് ആക്ച്വലി എല്ലാവർക്കും ഉള്ള ഒരു പ്രോബ്ലമാണ്. ഓക്കെ, ഓവർ അബണ്ടൻസ് ഓഫ് ഇൻഫർമേഷനാണ്, വളരെ കൂടുതൽ ഇൻഫർമേഷനാണ് ഇന്ന് നമുക്ക് ലഭ്യമാവുന്നത്. വിത്ത് ദ അഡ്വന്റ് ഓഫ് ന്യൂ ടെക്നോളജിക്കൽ ഇന്നോവേഷൻ, റേറ്റ് ഓഫ് ഇൻഫർമേഷൻ പ്രൊഡക്ഷൻ ഹാസ് ആക്സിലറേറ്റഡ് റാപ്പിഡ്ലി. ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് അതൊന്ന് ഗൂഗിൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഇൻഫർമേഷനാണ് കിട്ടുന്നത്. ഇൻഫർമേഷൻ ഓവർലോഡാണ് അവിടെ.
ഓക്കെ, അതും എത്ര സെക്കൻഡുകൾക്കുള്ളിലാണ് നമുക്ക് കിട്ടുന്നത്. ഒരുപാട് സൈറ്റിൽ നിന്നും നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ കിട്ടുന്നു. ആൻഡ് ദ സിറ്റുവേഷൻ വെൻ സൺവൺ ഹാസ് സച്ച് ഇൻഫർമേഷൻ ദാറ്റ് ദേ ആർ അൺഎബിൾ ടു ഡീൽ വിത്ത്. ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നു, അതിനെ നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യണം, അതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യണം, അതിനെ എങ്ങനെ യൂസ് ചെയ്യണം എന്ന് അറിയാതെ വരികയാണ്. എ റിയൽ ഡേഞ്ചർ ഫോർ ചിൽഡ്രൻ ഈസ് ദാറ്റ് ദേ വിൽ ഫീൽ ലൈക്ക് ദേ ആർ ഡ്രൗണിങ് ഇൻ ദ ടൊറന്റ് ഓഫ് ഇൻഫർമേഷൻ. അവർക്ക് ശരിക്കും ആ ഒരു സമുദ്രത്തിൽ ഒരു ഇൻഫർമേഷൻ്റെ ഒരു കടലിൽ വീണ് പോയ പോലെ അവർക്ക് തോന്നും. അപ്പോൾ അവർക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു അറിവില്ലായ്മ. ന്യൂറോ സയൻറ്റിസ്റ്റ് ഇതിനെ പറയുന്ന മറ്റൊരു പേരാണ് കൊഗ്നിറ്റീവ് ഓവർലോഡ് എന്നുള്ളത്. അപ്പോൾ ഇത് ഓർത്ത് വെക്കണം, ഇൻഫർമേഷൻ ഓവർലോഡ് എന്നുള്ളതിന് പറയുന്ന മറ്റൊരു പേരാണ് കൊഗ്നിറ്റീവ് ഓവർലോഡ്. ഇറ്റ് ഒക്കേഴ്സ് വെൻ ദ ഇൻഫ്ലോ ഓഫ് ഇൻഫർമേഷൻ ഹിൻഡേഴ്സ് rather than helps ability to process that information and think clearly. അപ്പോൾ ശരിക്കും നമുക്ക് വേണ്ടുന്നത്ര ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമ്മളത് വായിച്ച് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്ന സമയത്ത് നമുക്കത് ശരിയായിട്ട് പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് വേണ്ടുന്ന രീതിയിൽ അത് യൂസ് ചെയ്യാൻ പറ്റാതെ വരും. ഓക്കെ, അതിനെയാണ് ഇവിടെ ഇൻഫർമേഷൻ ഓവർലോഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. So it is a term used to describe the difficulty of understanding an issue and effectively making decision when one has too much information about that issue. അപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് ഒരുപാട് അറിവ് അല്ലെങ്കിൽ ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്ന സമയത്ത് അത് വേണ്ടുന്ന രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതെ വരിക, അതിനെയാണ് ഇൻഫർമേഷൻ ഓവർലോഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. when the amount of input to a system exceeds its processing capacity. ഒരു കുട്ടിക്ക് കിട്ടേണ്ട അല്ലെങ്കിൽ വേണ്ടുന്നത്ര ഇൻഫർമേഷന് പകരം ഒരുപാട് കിട്ടുമ്പോൾ വരുന്ന പ്രശ്നമാണ്. അപ്പോൾ അതിൻ്റെ കോസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ടൂ മച്ച് ഇൻഫർമേഷൻ, ഡിഫിക്കൽട്ടി ടു മാനേജ് ഇൻഫർമേഷൻ, ഇറലവൻസ് ഓഫ് ഇൻഫർമേഷൻ, വേണ്ടുന്നത് മാത്രമല്ല വേണ്ടാത്തതുമായിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻ കിട്ടും. ഓക്കെ, ലാക്ക് ഓഫ് ടൈം ടു അണ്ടർസ്റ്റാൻഡ് ദ ഇൻഫർമേഷൻ, മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ. ഇൻഫർമേഷൻ തന്നെ ഇന്ന് ഒരുപാട് സോഴ്സസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഇൻഫർമേഷൻ ഓവർലോഡിന് പ്രോബ്ലം. Next one is infatuation, a foolish, unreasoning or extravagant passion or attraction. മതിഭ്രമം, ഓക്കെ, മതിമോഹം എന്നൊക്കെ പറയും, അതായത് അനുരാഗം. ഈ സമയത്താണ് അഡോളസെൻ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് അവരുടെ ഓപ്പോസിറ്റ് സെക്സിനോട് ഭയങ്കരമായിട്ടുള്ള ഒരു അട്രാക്ഷൻ തോന്നുന്നത്. ഓക്കെ, ഇൻഫാക്ച്വേഷൻ ഇസ് എ സ്റ്റേറ്റ് ഓഫ് ബീയിങ് കംപ്ലീറ്റ്ലി ക്യാരിഡ് അവേ ബൈ അൺറീസണിങ് പാഷൻ ഓഫ് ലവ്, അഡിക്റ്റീവ് ലവ്. ഒരു വളരെ ഭയങ്കരമായിട്ടുള്ളൊരു സ്നേഹത്തിൻ്റെ പുറത്ത് പലപ്പോഴും ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പോൾ നമ്മൾ പേപ്പറുകളിൽ വായിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, അവരവരുടെ ലവേഴ്സിനെ കൊല്ലുന്നതും അവർ സ്വയം മരിക്കുന്നതുമായിട്ടുള്ള ഇത് വരെ, അവിടേക്ക് എത്തുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ വരെ ഈ ഒരു ഇൻഫാക്ച്വേഷൻ്റെ ഭാഗമായിട്ടുണ്ടാവുകയാണ്. Infatuation usually occurs at the beginning of relationship when the sexual attraction is central. So infatuation is another problem. The next one is depression, nirasha. It is a medical illness that causes a constant feeling of sadness and lack of interest. ഒന്നിനും ഒരു ഇൻട്രസ്റ്റും ഇല്ലാതെ എപ്പോഴും ഭയങ്കര സാഡായിട്ട് വിഷണരായിട്ടിരിക്കുക. ഓക്കെ, വിഷാദരോഗികൾ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എ മേജർ ഡിപ്രഷൻ, ക്ലിനിക്കൽ ഡിപ്രഷൻ ഓർ മേജർ ഡിപ്രസീവ് ഡിസോർഡർ. അപ്പോൾ ഇതിനെ നമ്മൾ പല പേരുകളിൽ വിളിക്കും, മേജർ ഡിപ്രഷൻ അല്ലെങ്കിൽ ക്ലിനിക്കൽ ഡിപ്രഷൻ, മേജർ ഡിപ്രസീവ് ഡിസോർഡർ എന്നൊക്കെ പറയും. Teen depression is a serious medical problem that causes a persistent feeling of sadness and loss of interest in activities. അപ്പോൾ ഈ ഒരു കുട്ടികളിൽ ടീനേജിൽ വരുന്ന കുട്ടികൾ, അഡോളസെൻ്റ് കുട്ടികളിൽ വരുന്ന ഈ ഒരു സാഡ്നസ്, ലോസ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് വലിയൊരു പ്രോബ്ലമാണ്. ഇറ്റ് എഫക്ട്സ് ഹൗ ദ അഡോളസെൻ്റ് തിങ്സ്, ഫീൽസ് ആൻഡ് ബിഹേവ്സ് ആൻഡ് ഇറ്റ് ക്യാൻ കോസ് എമോഷണൽ, ഫങ്ഷണൽ ആൻഡ് ഫിസിക്കൽ പ്രോബ്ലംസ്. ഇതിൻ്റെ ഭാഗമായിട്ട് കുട്ടികളിൽ ഒരുപാട് പ്രോബ്ലംസ് വരും. അവരുടെ ചിന്തകളിലും അവരുടെ പെരുമാറ്റത്തിലും ഒക്കെ എല്ലാം ഒരുപാട് പ്രശ്നങ്ങൾ വരും. ഡിപ്രഷൻ ഈസ് എ മൂഡ് ഡിസോർഡർ വിത്ത് സിംറ്റംസ് ദാറ്റ് ഈസ് വിത്ത് ട്രീറ്റ്മെൻറ്റ് സച്ച് ആസ് മെഡിക്കേഷൻ ആൻഡ് സൈക്കോളജിക്കൽ കൗൺസിലിംഗ്. പക്ഷേ ഈ ഡിപ്രഷൻ നമുക്ക് ഇല്ലാതാക്കാവുന്നേ ഉള്ളൂ. അവർക്ക് വേണ്ടുന്ന പ്രോപ്പർ മെഡിക്കേഷൻ, അതുപോലെ തന്നെ അവർക്ക് വേണ്ടുന്ന കൗൺസിലിംഗ് നൽകിക്കൊണ്ട് ഡിപ്രഷൻ നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് കംസ് suicidal tendencies. Suicidal thoughts and suicidal acts in an adolescent are not to be taken lightly. ഇനി മറ്റൊരു കാര്യം, അഡോളസെൻ്റ് ആയിട്ടുള്ള കുട്ടികളിൽ വളരെ കൂടുതൽ suicidal ടെൻഡൻസി ഉണ്ടാവും. അതായത് ആത്മഹത്യ പ്രവണത ഉണ്ടായിരിക്കാം. ഓക്കെ, ദേ ക്യാൻ ബി റിസൾട്ട് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ് റിയാക്ഷൻസ് ഓർ ഡിപ്രസീവ് ഇൽനെസ്. പലപ്പോഴും അവർക്ക് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്, നമ്മൾ പറഞ്ഞ ഫിസിക്കൽ ചേഞ്ചസ് ഒരുപാട് വരുമ്പോൾ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ പിയേഴ്സിൻ്റേതായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് അവരിൽ സ്വയം അവർ കാണാത്തതിൻ്റെ ഭാഗമായിട്ടും ഒക്കെ suicidal ടെൻഡൻസീസ് വരുന്നതാണ്. ബട്ട് ദേ വിഷ് ടു ഡൈ ആസ് എ സൊല്യൂഷൻ ടു ദ ഇമ്മീഡിയറ്റ് പ്രോബ്ലംസ്. അവരിൽ വരുന്ന പ്രോബ്ലംസിനെ എങ്ങനെ റെക്ടിഫൈ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ജഡ്ജ്മെൻറ്റ് കപ്പാസിറ്റി അവരിൽ ഇല്ല എന്നുള്ളതാണ് എല്ലാത്തിനുമുള്ള ഒരു കാരണം. ഓക്കെ, ആ ഒരു ബ്രെയിൻ്റെ ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ ശരിയായിട്ടുള്ള ജഡ്ജ്മെൻറ്റ് അവർക്ക് നടത്താൻ സാധിക്കുന്നില്ല. സോ ദേ തിങ്ക് ഓഫ് ഡൈയിങ് ഫോർ ദി ഇമ്മീഡിയറ്റ് പ്രോബ്ലം സൊല്യൂഷൻ. പെട്ടെന്നൊരു പ്രോബ്ലം വരുമ്പോൾ അതിൻ്റെ സൊല്യൂഷന് വേണ്ടി അവർ പെട്ടെന്ന് മരണത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ആൻഡ് ക്യാൻ എൻഡ് അപ്പ് ഇൻ ഇമ്പൾസീവ് ആൻഡ് ഇറവക്കബിൾ suicide. നമുക്ക് പിന്നെ ഒരിക്കലും മാറ്റാനാവാത്ത മരണത്തിലേക്ക് അവർ എത്തിച്ചേരും.
So, adolescents are trouble coping with the stress of being a teen, such as dealing with rejection, failure, breakups, and family turmoil. They lack brain development, maturity, and experience that would allow them to see that they can turn their lives around and that suicide is a permanent solution to a temporary problem. Many teens who attempt or commit suicide have a mental health condition or a substance abuse problem. അപ്പോൾ പലപ്പോഴും കുട്ടികളുടെ ഈ ഒരു കോപ്പിംഗ്, അതായത് എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുമ്പോൾ അതിനെ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഭാഗമായിട്ടാണ് അവർ പലപ്പോഴും ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഫാമിലിയിൽ വരുന്ന ബ്രേക്കപ്സ്, ഓക്കെ, അതെല്ലാം കാരണം കുട്ടികൾ സൂയിസൈഡിനെ കുറിച്ച് ചിന്തിക്കും. അപ്പോൾ അവരുടെ ആ ഒരു ബ്രെയിൻ ഡെവലപ്മെൻറ്റ് കംപ്ലീറ്റ് അല്ല, അവർ മെച്ചുവേർഡ് അല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവർ ഇത്തരമായിട്ടുള്ള ഒരു സൊല്യൂഷൻ, ഇങ്ങനെ ഒരു സൂയിസൈഡ് എന്നുള്ളതിനെ ഒരു പെർമനൻറ്റ് സൊല്യൂഷനായിട്ട് അവർ കാണുന്നത് ഈ ഒരു ബ്രെയിൻ ഡെവലപ്മെൻറ്റ് അവരിൽ പൂർണ്ണമായിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, ആൻഡ് കൂടുതലായിട്ട് നമുക്ക് ഈ ഒരു മെൻ്റൽ ഹെൽത്ത് കണ്ടീഷൻസ് പ്രോപ്പർ അല്ലാത്ത കുട്ടികളിലും അതുപോലെ സബ്സ്റ്റൻസ് അബ്യൂസ്ഡ് ആയിട്ടുള്ള കുട്ടികളിലും സെക്ഷുവലി അബ്യൂസ്ഡ് ആയിട്ടുള്ള കുട്ടികളിലൊക്കെയാണ് ഈ ഒരു സൂയിസൈഡൽ ടെൻഡൻസി കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത്.